സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയവനാകുന്ന ദൈവത്തിന്റെ ബലമുള്ള സന്നിധാനത്തിങ്കൽ നമ്മളെ തന്നെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ഏറ്റവും ശക്തമായി പരിശുദ്ധാത്മാവിന്റെ അസാധാരണമാകുന്ന പ്രവൃത്തി നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടുവാൻ, വലിയ വിടുതലുകൾ ഇന്ന് രാത്രികാലം സംഭവിക്കുവാൻ, വലിയ ദൈവപ്രവർത്തികളെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അയക്കുവാൻ നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ തന്നെ കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ അനിൽ ജോർജ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ഇന്ന് ഈ രാത്രികാലത്തെ മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അതിനായി കർത്താവിന്റെ ദാസനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിയുടെ യാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വെള്ളിയാഴ്ച രാത്രിയിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ മുമ്പിൽ കർത്താവെ ആരാധനയ്ക്കായി, വചന കേൾവിക്കായി കൂടി വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഞങ്ങളുടെ മധ്യേ കർത്താവെ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെല്ലാം കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് വിശ്വസ്തനായ ദൈവമായിരുന്നു. നടത്തിയ വിധങ്ങൾ, താങ്ങിയ എല്ലാ കർത്താവെ അവസ്ഥകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവെ നിന്റെ ദാസൻ അനിബി പാസ്റ്ററും കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അഭിഷേകവും ശക്തിയും തന്റെ ദാസന്റെ മേൽ അധികമായി പകരണമേ. ഈ ദിവസങ്ങളിൽ പിന്നെ ശക്തിയോടെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വർഷം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തിയോടെ മഹത്വത്തോടെ നിന്റെ ദാസിയെ ഉപയോഗിക്കുന്നല്ലോ. നിന്റെ ദാസിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്ന അഭിഷേകത്തോടെ, അനുഗ്രഹത്തോടെ, ദൈവിക ഗൈഡൻസോടെ ഇന്ന് രാത്രി വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ അനേകർക്ക് അനുഗ്രഹമായി, വിടുതലായി, തകർന്ന ഹൃദയങ്ങൾക്ക് സൗഖ്യമായി ഇന്ന് രാത്രി തന്റെ ദാസിയെ മാറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ചിറകടിയിൽ ഇന്ന് രാത്രി തന്റെ ദാസിയെയും കുടുംബത്തെയും മറക്കണം. ഇന്ന് രാത്രി പ്രത്യേക ജോജി പാസ്റ്റർ കാനഡയിൽ നിന്ന് വചന ശുശ്രൂഷയ്ക്കായി കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, സൈന്യത്താലല്ല ശക്തിയാലല്ല ഹോബിയുടെ ആത്മാവിന് ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനെ ഉപയോഗിക്കുവാൻ ജനത്തിന് ആവശ്യമായ ദൈവിക മന്ന കർത്താവിന്റെ ദാസന്റെ ആദരത്തിലൂടെ പൊഴിയപ്പെടുമ്പോൾ ജനത്തിന് സൗഖ്യമായി, വിടുതലായി കർത്താവെ ഹല്ലേലൂയ എല്ലാ മേഖലകളിലും റെസ്റ്റോറേഷന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാരെ സമർപ്പിക്കുന്നു. കർത്താവെ കടന്നു വരുവാനുള്ളവരെ കർത്താവെ എത്രയും പെട്ടെന്ന് കൂട്ടിവരുത്തേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രികാലം തങ്ങളുടെ വീഡിയോകൾ ഓണാക്കുവാൻ പറ്റുന്നവരെല്ലാം തങ്ങളുടെ വീഡിയോകൾ ഓണാക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ പോകുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട വെള്ളിയാഴ്ച യോഗത്തിന്റെ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ, ദൈവദാസിമാർ എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ വേറെ ബഹുമാനിക്കുന്ന ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ പ്രിയ ആന്റി ജെപ്സി ജോജി കർത്താവിന്റെ ദാസിയാണല്ലോ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നത്. തുടർന്നുള്ള സമയങ്ങൾ ദൈവനിയോഗത്താൽ കർത്താവിന്റെ ദാസിക്ക് വേണ്ടി സമയങ്ങളെ വേർതിരിക്കുന്നു. കർത്താവിന്റെ ദാസിയെ രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ വളരെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ തുടർന്നുള്ള സമയങ്ങൾ ഞങ്ങളുടെ മധ്യയിൽ ശുശ്രൂഷിച്ചാലും ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. Hallelujah. Praise the Lord. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. Rehoboth International Ministry Day Friday Revival Conference ലേക്ക് വന്ന് കർത്താവിനെ പാടി സ്തുതിപ്പാൻ, ദൈവത്തിന്റെ നാമത്തെ പുകഴ്ത്തുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ അനി ബേബി ആൻഡ് ഫാമിലി മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പാസ്റ്റർ അനിൽ ജോർജ്, സിസ്റ്റർ ജോയ്സി ആൻഡ് ഈച്ച് ആൻഡ് എവറി പാർട്ടിസിപ്പൻസ്. ഐ ഗ്രീറ്റ് എവറി വൺ ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഈ സമയം കർത്താവിൻ്റെ നാമത്തെ പുകഴ്ത്തി കർത്താവിൻ്റെ നാമത്തെ ഹല്ലേലൂയ ഉയർത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും മനം തകരുന്ന പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. എങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ ആനന്ദത്തോടെ ഹല്ലേലൂയ let us come before his presence with joy and thankfulness. Hallelujah. For all the greatness, for all the kindness that he has showered upon us. So come, let us bow our head and let us praise and glorify our Lord God Almighty. Hallelujah. ഉള്ളം തകരുമ്പോ ശരണമേശുതാൻ, ഉറ്റവമെറുക്കുമ്പോ ആശ്രയമേശുതാൻ. ഉള്ളം തകരുമ്പോ ശരണമേശുതാൻ, ഉറ്റവമെറുക്കുമ്പോ ആശ്രയമേശുതാൻ.
താൻ. കണ്ണുനീർ തൂകുമ്പോ അരികിൽ വന്നിടും. കണ്ണുനീർ തൂകുമ്പോ അരികിൽ വന്നിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. ഉള്ളം തകരുമ്പോ ശരണമീശു താൻ. ഉറ്റവമെറുക്കുമ്പോ ആശ്രയമീശു താൻ. ഉള്ളം തകരുമ്പോ ശരണമീശു താൻ. ഉറ്റവമെറുക്കുമ്പോ ആശ്രയമീശു താൻ. കണ്ണുനീർ തൂകുമ്പോ അരികിൽ വന്നിടും. കണ്ണുനീർ തൂകുമ്പോ അരികിൽ വന്നിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കിയിടും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കിയിടും. നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും. എന്നെ നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും. സോദരർ മുൻപാകെ നിന്ദിതനായിടിലും. സോദരർ മുൻപാകെ നിന്ദിതനായിടിലും. എബെസിൻ ദൈവം താൻ മാന്യനായി തീർത്തിടും. എന്നെ എബെസിൻ ദൈവം താൻ മാന്യനായി തീർത്തിടും. ഉള്ളം തകരുമ്പോ ശരണമീശു താൻ. ഉച്ചവെറുക്കുമ്പോ ആശ്രയമീശു താൻ. ഉള്ളം തകരുമ്പോ ശരണമീശു താൻ. ഉച്ചവെറുക്കുമ്പോ ആശ്രയമീശു താൻ. തീച്ചുള സിംഹക്കുഴി മധ്യേ ഞാൻ വീണാലും. തീച്ചുള സിംഹക്കുഴി മധ്യേ ഞാൻ വീണാലും. ദൈവം തൻ പൊൻകരത്താൽ എന്നെ വിടുവിച്ചിടും. ഓ ദൈവം തൻ പൊൻകരത്താൽ എന്നെ വിടുവിച്ചിടും. ആഴിത്തന്നാഴവും അഗ്നി തന്നാളവും. ആഴിത്തന്നാഴവും അഗ്നി തന്നാളവും എന്നെ നശിപ്പിക്കില്ല. യേശു എൻ ചാരയുണ്ട്. ഓ എന്നെ നശിപ്പിക്കില്ല. യേശു എൻ ചാരയുണ്ട്. ഉള്ളം തകരുമ്പോ ശരണമീശു താൻ. ഉച്ചവെറുക്കുമ്പോ ആശ്രയമീശു താൻ. ഉള്ളം തകരുമ്പോ ശരണമീശു താൻ. ഉച്ചവെറുക്കുമ്പോ ആശ്രയമീശു താൻ. കണ്ണുനീർ തൂകുമ്പോ അരികിൽ വന്നിടും. കണ്ണുനീർ തൂകുമ്പോ അരികിൽ വന്നിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. കണ്ണു
Hallelujah. Praise the Lord. Just like the song said, my dear brothers and sisters, ഉള്ളം തകരുമ്പോൾ ശരണമായി നമ്മുടെ കൂടെ യേശു. ഹല്ലേലൂയ. ഉറ്റവർ വെറുക്കുമ്പോൾ ഹല്ലേലൂയ ആശ്രയമായി നമ്മുടെ യേശു കർത്താവ് മാത്രമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിൽ കണ്ണുനീർ ഹല്ലേലൂയ നമുക്ക് കണ്ണുനീർ നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അവസ്ഥ വരുമ്പോഴും ആ കണ്ണുനീർ വാർത്ത കർത്താവ് മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരെ മാറ്റുവാൻ, നമുക്ക് ആശ്വാസം നൽകുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി നമ്മുടെ ചാരി നിൽക്കുവാൻ, ഹല്ലേലൂയ, നമ്മുടെ കൂടെ നിന്ന് ഹല്ലേലൂയ നമുക്ക് ധൈര്യം പകരുവാൻ, ഹല്ലേലൂയ, നമ്മുടെ യേശു കർത്താവ് മാത്രമാണുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ സഹോദരന്മാരുടെ മധ്യത്തിൽ നമ്മളെ നിന്ദിച്ചാലും, നമ്മുടെ ജീവിതത്തിൽ തീച്ചുള പോലത്തെ അവസ്ഥ വന്നാലും, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഭാരപ്പെടുവാൻ ഹല്ലേലൂയ ഒരു വകയില്ല. ഹല്ലേലൂയ പ്രയാസമേകുവാൻ ഹല്ലേലൂയ ഒരു നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഹല്ലേലൂയ. ആ കർത്താവിന്റെ വരവേറ്റം ആസന്നമായി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ചെയ്തതെല്ലാത്തിനും ഹല്ലേലൂയ പ്രതിഫലവുമായി നമ്മുടെ കർത്താവ് നമ്മുടെ അരികിൽ വരുന്ന കാലമേറ്റം ആസന്നമായി. ഹല്ലേലൂയ. ആ കർത്താവിനെ പാടി സ്തുതിച്ച കർത്താവിന്റെ നാമത്തെ പുകഴ്ത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമിൽ ഇനിയും ആദികൾ തീർന്നിടുവാൻ ദൈവിക ഭവനമത് പുതുവീടുകൾ ഒരുക്കിയവേ ദൈവിക ഭവനമത് പുതുവീടുകൾ ഒരുക്കിയവേ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാൻ അതിൽ ദൂതരുമായി വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാൻ അതിൽ ദൂതരുമായി പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ തൻതിരുനാമത്തിനാൽ മണ്ണിൽ നിന്നങ്ങ് സഹിച്ചവരെ തൻതിരുനാമത്തിനാൽ മണ്ണിൽ നിന്നങ്ങ് സഹിച്ചവരെ തിരുസന്നിധി ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണു തുടച്ചിടുവാൻ തിരുസന്നിധി ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണു തുടച്ചിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ വന്നു ബന്ധിതരാക്കിയ ധർമ്മികളാം അവർ കന്തം വരുത്തിടുവാൻ വന്നു ബന്ധിതരാക്കിയ ധർമ്മികളാം അവർ കന്തം വരുത്തിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ നമ്മിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമിൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ പിന്നിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം പിന്നിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാതിലും സ്ഥാപിതമാക്കിടുവാൻ പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാ
വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികത്തിൽ നീടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികത്തിൽ നീടുവാൻ ദൈവിക ഭവനമത് വീടുകൾ ഒരുക്കിയവേ ദൈവിക ഭവനമത് പുതുവീടുകൾ ഒരുക്കിയവേ വരും മേഘമത് നമ്മെ ചേർത്തിടുവാൻ നടുവാനത് ദൂതരുമായി വരും മേഘമത് നമ്മെ ചേർത്തിടുവാൻ നടുവാനത് ദൂതരുമായി പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികത്തിൽ നീടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികത്തിൽ നീടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികത്തിൽ നീടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികത്തിൽ നീടുവാൻ ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന വന്നാണ് പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന വന്നാണ് പ്രിയൻ പൊന്മുഖം യുദ്ധങ്ങളും ശാപവും ഭൂകമ്പവും ആടിക്കണിയുയർന്നിടുമ്പോൾ യുദ്ധങ്ങളും ശാപവും ഭൂകമ്പവും ആടിക്കണിയുയർന്നിടുമ്പോൾ കാന്തൻ യേശുവരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ കാന്തൻ യേശുവരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന വന്നാണ് പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന വന്നാണ് പ്രിയൻ പൊന്മുഖം രോഗദുഃഖങ്ങളും മരണമതു തെല്ലും നീ ഭയപ്പെടാതെ രോഗദുഃഖങ്ങളും മരണമതു തെല്ലും നീ ഭയപ്പെടാതെ ദേഹം മണ്ണോടു ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും ദേഹം മണ്ണോടു ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന വന്നാള് പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് വന്നാള് പ്രിയൻ പൊന്മുഖം കടുചാടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ കടുചാടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ പാര് പാർത്തിടും നാമന്നാള് രൂപാന്തരം പ്രാപിക്കും പാര് പാർത്തിടും നാമന്നാള് രൂപാന്തരം പ്രാപിക്കും ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന വന്നാള് പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന വന്നാള് പ്രിയൻ പൊന്മുഖം യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന വന്നാള് പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന വന്നാള് പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന വന്നാള് പ്രിയൻ പൊന്മുഖം കടുചാടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ ചാടുചാടെ ഉയർത്തും വിശുദ്ധരെല്ലാം
Praise the Lord. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്ന പോലെ ചേരും നാം വേഗത്തിൽ ആ ഇമ്പവീടത്തിൽ. ഹല്ലേലൂയ. അന്ന് നമ്മൾ നമ്മുടെ പ്രിയനെ ഹല്ലേലൂയ മുഖാമുഖം കാണും. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ഇനി കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കാലമേറ്റം ആസന്നമായി. ഹല്ലേലൂയ. അന്ന് ഹല്ലേലൂയ പാർക്കുന്ന നാം എല്ലാം ഹല്ലേലൂയ രൂപാന്തരം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ചേർക്കപ്പെടും. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ പേർ വിളിക്കുന്ന നേരം ഹല്ലേലൂയ നമ്മളും കാണുമോ എന്ന് നമ്മളെ തന്നെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ let us decide, let us confirm that we are there when the roll is called up yonder. Hallelujah. Let us come before his presence because our Lord's coming is very near, my dear brothers and sisters. Hallelujah. Praise the Lord. കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാ പാർത്തലെ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ വിളിക്കും നേരം കാണും എൻ പേരും കർത്തൃകാഹളം യുഗാന്ത്യ കാലത്ത് ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാ പാർത്തലെ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ വിളിക്കും നേരം കാണുമെൻ പേരും when the trumpet of the Lord shall sound, then time shall be no more, and the morning breaks eternal, bright and fair. When the saved of us shall gather over on the other shore, and the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും എൻ പേരും, വിളിക്കും നേരം കാണും എൻ പേരും. Hallelujah, hallelujah. Our most loving Heavenly Father, thank you, Lord, for this good evening time, Master, that you've given our life to praise and glorify thy name, O Master. O Lord, under the hallelujah guidance of Rehoboth International Ministry, O Master, as we gather into thy presence, O Master, submit, O Lord, this meeting into thy hands, submit this ministry into thy hands, O Master. Thank you, Lord, for thy presence that we felt amongst us, O Master. Submit, O Lord, rest of the meeting into thy hands, O Lord. Lord, you speak through thy word, O Master. Let thy Holy Spirit, O Lord, lead and guide, O Lord, rest of the meeting, O Master. Especially submit any baby pastor into your hands, O Lord. Submit, O Lord, all the burden, the great burden that you've given in his heart, O Lord, towards thy kingdom, O Master, O Lord. Submit, O Lord, that ministry into thy hands, O Lord. Let many souls, O Lord, be added to thy kingdom, O Master.
Once again, Lord, we submit each and every one of us into thy hands. Thank you, Master, for hearing our prayer. In Jesus' name we pray. Amen and amen. God bless you all. താങ്ക് യു. കർത്താവിന്റെ ദാസിയെ ദൈവം ഒത്തിരി മാനിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യയിലെ ദൈവ നിയോഗത്താൽ ശക്തമായി പാടി ആരാധിക്കുവാൻ, ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസിയെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിയല്ലോ. കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി സ്നേഹവും മിനിസ്ട്രിയുടെ പേരിൽ ഞാൻ ഇത്തരത്തെ രേഖപ്പെടുത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവർ തങ്ങളുടെ വീഡിയോകൾ ഓണാക്കിയാട്ടെ. വിശേഷാൽ കർത്താവിന്റെ ദാസന്മാർ ആമേൻ തങ്ങളുടെ വീഡിയോകൾ ഓണാക്കിയാട്ടെ. നമ്മൾ തുടർന്ന് പ്രാർത്ഥനയ്ക്കായി സമയങ്ങളെ വേർതിരിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് ഈ ആരാധനയിൽ നാം ആമേൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രത്യാശയെ ഉളവാക്കുന്ന ആത്മീയ ഗീതങ്ങളെ പാടി ആരാധിപ്പാൻ കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തി. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസിയെ ഓർത്ത് നമുക്ക് ദൈവസ്നേഹത്തിൽ പ്രാർത്ഥിക്കാം. കുടുംബമായി ദൈവം അവരെ ആദരിക്കട്ടെ. ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കാനഡയുടെ മണ്ണിന്റെ അകത്തായിരിക്കുന്നു. കർത്താവ് അവരെ കുടുംബമായി ആദരിച്ച് തലമുറകളെ മാനിച്ച് ഈ തലമുറയിൽ അതിശക്തമായി പരിശുദ്ധാത്മാവ് ആ ഫാമിലിയെ ഉപയോഗിക്കട്ടെ. ദൈവത്തിന്റെ ബലമുള്ള സന്നിധാനത്തിങ്കൽ പിന്നെയും നമ്മളെ തന്നെ താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്ത് ഇന്ന് രാത്രികാല വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ ജോജി അതിശക്തമായി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ നമുക്ക് ആവശ്യമായതൊക്കെയും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ നമ്മളോട് സംസാരിപ്പാൻ, നമ്മളോട് ഇടപെടുവാൻ കർത്താവിന്റെ ആത്മാവിന്റെ വലിയ ഇടപെടലുകൾ നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തെടുക്കുവാൻ നമ്മളെ തന്നെ കർത്താവിന്റെ ബലമുള്ള സന്നിധാനത്തിങ്കൽ നാം എല്ലാവരും സ്തോത്രത്തോടെ ജാഗരണത്തോടെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ 2 കർത്തൃദാസിമാർ ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവസ്നേഹിൽ പ്രാർത്ഥിക്കുമല്ലോ. കർത്താവിന്റെ ദാസി ജോയ്സ് ജോർജ് ആന്റിയും ലിറ്റിൽ സുരേഷ് ആന്റിയും ദൈവസന്നിധിയിലെ പ്രാർത്ഥനയിൽ ഞങ്ങളെ സഹായിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സർവ്വസ്വ പിതാവേ, കർത്താവെ, വെള്ളിയാഴ്ച ദിവസത്തെ സന്ധ്യാ മീറ്റിംഗിനായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, റഹോബോത്തിന്റെ നാഷണൽ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം കർത്താവെ ഈ വൈകുന്നേരം സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ഞങ്ങളുടെ പാതപീഠത്തില കർത്താവെ അങ്ങ് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവിന്റെ കൃപ തന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ മിനിസ്ട്രിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നടത്തിക്കൊണ്ട് പോകുന്ന ഞങ്ങളുടെ ദേവദാസിനെ കുടുംബമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസന്റെ ശുശ്രൂഷ മേഖലകളൊക്കെ അനുഗ്രഹിക്കണമേ. ഈ കർത്താവെ മിനിസ്ട്രി നടത്തിക്കൊണ്ട് പോവാന് അതിൻ്റെതായ എല്ലാ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ ദാസിനെ കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രി പാടും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രി ആയി തീരുവാന്, അനേകർക്ക് ഒരു പ്രയോജനമായി തീരുവാൻ കർത്താവ് ഇതിനെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഗാന ശുശ്രൂഷയുമായി കടന്നു വന്ന പ്രിയ ദേവദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദാസിയെ കുടുംബമായ ആ ദേശത്ത് മാനിക്കണമേ. അനേക രാജ്യങ്ങളെ അനേക ദേശങ്ങളെ കടന്നുപോയി ശുശ്രൂഷിപ്പാന് കർത്താവെ ഞങ്ങളുടെ ദാസിയെ കുടുംബമായി കർത്താവ് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബമായി മാനിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ വചന ശുശ്രൂഷമായി കടന്നു വരുന്ന അങ്ങയുടെ ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനിൽ കൂടി വരുന്ന വചനങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാന്, ഞങ്ങൾ അത് കേട്ട് ഓരോരുത്തരും അനുഗ്രഹം പ്രാപിപ്പാന്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരുവാൻ ഞങ്ങളുടെ ദാസനെ കർത്താവ് പ്രയോജനപ്പെടുത്തണമേ. ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിക്കാട്ട് ശുശ്രൂഷിപ്പാന്, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാന് ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ലീഡ് ചെയ്യുന്ന അനുഭവപാസിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസനെ കുടുംബമായി മാനിക്കണമേ, ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ, മിനിസ്ട്രിയെ അനുഗ്രഹിച്ച് വാഴ്ത്തുന്ന കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണ്. ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഓരോ വ്യക്തികളെയും ഞങ്ങളുടെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം കൂടെ നാടാദിയോടെ തിരുസാന്നിധ്യം കൂടെ നാട്ട പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കണമേ സ്വർഗ്ഗ പിതാവേ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന രാത്രി സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവെ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തിയ കർത്താവെ, അഭിഷേകത്തോടെ ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന വൻ കൃപകൾക്കായി അങ്ങയുടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവം
ദൈവമേ. ഹാലലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങൾ വന്ന കഷ്ടതകൾ, കണ്ണീരിന്റെ അവസ്ഥകളിൽ നിന്നൊക്കെയും കർത്താവേ ഇത്രത്തോളം കർത്താവേ ഞങ്ങളെ ഓരോ കുടുംബങ്ങളെയും വിടുവിച്ച് കർത്താവേ പലവിധമായ പ്രയാസത്തിൽ കൂടെ കടന്നുപോയപ്പോഴും കർത്താവേ അതിലൊന്നും വീണു പോകാതെ വണ്ണം എണീറ്റ് നിൽപ്പാൻ തക്കവണ്ണമായി ദൈവം ബലപ്പെടുത്തിയ കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. എത്ര സ്തുതിച്ചാലും മതി വരില്ല അപ്പ അങ്ങ് ചെയ്ത വൻ കൃപകൾ കർത്താവേ. കർത്താവെ ഓരോ കുടുംബങ്ങളിലും കർത്താവെ എല്ലാവരെയും കർത്താവെ അങ്ങ് ജീവനോടെ വച്ച് ഓരോ ദിവസവും പരിപാലിക്കുന്ന വിധങ്ങൾക്കായി സ്തുതിക്കുന്നപ്പ. സ്തോത്രം ചെയ്യുന്നു. അങ്ങേ മഹത്വപ്പെടുത്തുന്നു രാജാതി രാജനെ. കർത്താവെ ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അങ്ങയുടെ സഹായം ഞങ്ങൾക്കുള്ളത് കൊണ്ട് കർത്താവെ ഓരോ ദിവസവും കർത്താവെ ഞങ്ങൾ മുന്നോട്ട് കർത്താവെ പോയിക്കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി അങ്ങേ സ്തുതിക്കുന്നപ്പ. സ്തോത്രം. ഈ മീറ്റിങ്ങിനെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഈ മീറ്റിങ്ങിൽ ഓരോ ദിവസവും കർത്താവെ ഓരോ ആഴ്ചകളിലും കർത്താവെ നടക്കുന്ന മീറ്റിംഗ് എല്ലാം കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹമായി കർത്താവെ ഞങ്ങൾക്ക് തന്ന് കർത്താവ് നടത്തുന്ന ഞങ്ങളുടെ വിഷയങ്ങളിലെല്ലാം ദൈവപ്രവർത്തികൾ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവാൻ തക്കവണ്ണമായി ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന അപ്പ. സ്തോത്രം കർത്താവ്. ഇന്നത്തെ മീറ്റിങ്ങിനെ ദൈവകരത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന അപ്പ. കർത്താവ് ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായിരിക്കണം കർത്താവ്. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ചെയ്യുവാൻ കർത്താവ് ദാസിയെ പ്രയോജനപ്പെടുത്തിയല്ലോ കർത്താവെ. അതിനാൽ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആ ദാസിയെ കർത്താവെ കുടുംബമായി കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് കർത്താവെ അവിടെ അനേകം ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം കർത്താവെ. അങ്ങ് അത്ഭുത പ്രവൃത്തികൾ അവരുടെ കുടുംബത്തിൽ കാണുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശ്രേഷ്ഠ ദേവദാസനെ കോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മീറ്റിംഗ് നടത്തുവാനായി കർത്താവെ ദൈവത്തിന് കൊടുത്ത പ്രേരണ പ്രകാരം കർത്താവെ തുടങ്ങി കർത്താവെ ജനങ്ങൾക്ക് കർത്താവെ വിടുവിക്കപ്പെടുവാൻ, അനേകർ വീണ് കിടക്കുന്നവർ എഴുന്നേൽക്കുവാൻ, തളർന്നു കിടക്കുന്നവരൊക്കെ കർത്താവെ പണിയപ്പെടുവാൻ, കുടുംബങ്ങൾ തകർന്നു കിടക്കുന്ന അനേകം കുടുംബങ്ങളെ പണിതെടുക്കുവാൻ തക്കവണ്ണമായി ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദാസനെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ കർത്താവെ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകം വേദികളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പോക്കിലും വരത്തിലും വാഹനത്തിലുള്ള ശുശ്രൂഷയിലെല്ലാം ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കുടുംബമായി കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവന്റെ കൂടെ ഉള്ള കൂട്ടുദാസൻ കർത്താവെ അനിൽ ജോർജ് പാസ്റ്ററിനെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ശുശ്രൂഷകളെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനി ശുശ്രൂഷക്കാരായി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശ്രേഷ്ഠ ദേവദാസൻ കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് വചനം മെസ്സേജ് തരുന്ന ആ ദേവദാസനെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കർത്താവെ പറയുമ്പോൾ തന്നെ കർത്താവെ ദൂതുകളെല്ലാം ഞങ്ങൾ അവരവർക്കുള്ളത് അവരവർ ഏറ്റെടുത്ത് കർത്താവെ പ്രാർത്ഥിച്ച് ഈ ദിവസം കർത്താവെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു കർത്താവെ രാത്രിയായി തീരുവാൻ കർത്താവെ, വിടുതലിന്റെ കർത്താവെ രാത്രിയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടിയിരിക്കുന്ന എല്ലാ കർത്താവെ, സൂമിലിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ഇന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. ആശീർവദിക്കണമേ കർത്താവെ. നിറഞ്ഞ പാത്രങ്ങളായി വചനം കേട്ട് കർത്താവെ ശക്തിയോടെ ബലത്തോടെ വിടുവിക്കപ്പെട്ടവരായി മടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്നെ എന്റെ കുടുംബത്തെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കരത്തിലാണ് എന്റെ കുടുംബം കർത്താവെ. കർത്താവ് സൂക്ഷിക്കണം. ഒരു വിധത്തിലും ഒരു ലജ്ജകൾ നിന്ദകൾ ഒന്നും വരാതെ വണ്ണം ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ വേർപാടുവോടെ എല്ലാവരും കർത്താവെ പിന്മാറ്റത്തിൽ കിടക്കുന്നവരെല്ലാം കർത്താവെ ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുമെന്ന് കർത്താവിന്റെ വചനമാണ് കർത്താവെ. അപ്രകാരം എല്ലാവരും മടങ്ങി വരുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ ജാഗരിക്കുവാൻ, വിശുദ്ധിയോടെ നിൽപ്പാൻ, വേർപാടോടെ നിൽപ്പാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും ദൈവകരത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പ്രാർത്ഥനയുടെ ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തി മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദ ലോർഡ്. തങ്ങളുടെ വീഡിയോകൾ ഓണാക്കുവാൻ പറ്റുന്നവരെല്ലാം തങ്ങളുടെ വീഡിയോകൾ ഓണാക്കിയാട്ടെ. തുടർന്ന് നാം വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങളെ വേർതിരിപ്പാൻ കർത്താവിന്റെ ആത്മാവിൽ ശരണപ്പെടുന്നു. രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട എല്ലാ വെള്ളിയാഴ്ചകളും നടക്കുന്ന ഉണർവ് യോഗത്തിന്റെ നല്ല രാത്രിക്കായി കർത്താവിന് നന്ദി. ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാർ, ദൈവജനം എല്ലാവർക്കും ക്രിസ്തുവിൽ ബഹുമാനത്തെയും വന്ദനത്തെയും സ്വാഗതത്തെയും അരുളുന്നു. കർത്താവ് സഹായിക്കട്ടെ. വരുന്ന 19-ാം തീയതി ഒഡീഷയിലേക്ക് കടന്നു പോകുന്നു. വിശേഷാൽ നിങ്ങളുടെ പ്രാർത്ഥന
ആവശ്യപ്പെടുന്നു. അവിടെയുള്ള ചില പട്ടണങ്ങൾ, ചില ഗ്രാമപ്രദേശങ്ങൾ, മാവോയിസ്റ്റുകൾ ഉള്ള ചില ഏരിയകൾ, അവിടെയെല്ലാം സുവിശേഷത്തിന്റെ വക്താവായി അടിയൻ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങളോടൊപ്പമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒഡീഷയിൽ കടന്നു ചെന്നപ്പോൾ അസാധാരണമാകുന്ന ദൈവപ്രവർത്തികളെ പട്ടണത്തിന്റെ നടുവിൽ ചെയ്തെടുത്തു. ഒത്തിരി അത്ഭുതങ്ങൾ, ഒത്തിരി വിടുതലുകൾ, ഒത്തിരി ദൈവപ്രവർത്തികൾ കണ്ണിനു മുമ്പിൽ കാണത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ അസാധാരണമാകുന്ന കരം വെളിപ്പെടുവാനായിട്ടിടയായിത്തീരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഒഡീഷയുടെ മണ്ണിന്റെ അകത്ത് അസാധാരണമാകുന്ന ഒരാത്മീയമാകുന്ന ഉണർവ് വെളിപ്പെട്ടു വരുവാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ആവശ്യപ്പെടുകയാണ്. കർത്താവിന്റെ ദാസൻ അനിൽ ജോർജ് പാസ്റ്റർ വളരെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ 21 ദിനക്കാലമായിരിക്കുന്നു. തന്റെ ദാസൻ വിധമാകുന്ന പട്ടണത്തിൽ ദീർഘമാകുന്ന യാത്രകൾ ഒക്കെയുണ്ട്. കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തുവാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. എത്ര പേർക്ക് വചനം കേൾക്കുവാൻ സന്തോഷമുണ്ട്. ഏറ്റവും വലിയ പ്രവചനമാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം അത് വെറുതെ വരത്തില്ല. ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ നിവർത്തിയിലേക്ക് അത് കൊണ്ടെത്തിക്കും. ആര് വചനത്തിൽ വിശ്വസിക്കുന്നുവോ അവരുടെ മേൽ ഇന്ന് രാത്രികാലം വിടുതലുകൾ നടക്കും. വചനത്തിന് പ്രകാശത്തെക്കാൾ വേഗതയുണ്ട് ദൈവത്തിന്റെ വചനത്തിന്. ശബ്ദത്തെക്കാൾ വേഗതയുണ്ട് ദൈവത്തിന്റെ വചനത്തിന്. കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രികാലം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിന്റെ ശക്തി നാം ആയിരിക്കുന്ന പട്ടണത്തിന്റെ അകത്ത്, ദേശത്തിന്റെ അകത്ത്, രാജ്യങ്ങൾക്കകത്ത്, കുടുംബത്തിന്റെ അകത്ത്, തലമുറയ്ക്കകത്ത് നാം ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് നടുവിൽ ദൈവവചനത്തിന്റെ അതിശക്തമേറിയ ഇടപെടലുകൾ ഉണ്ടാകും. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത്. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുവാനായിട്ട് മാവേലിക്കരയ്ക്കടുത്തുള്ള ഒരു ചർച്ചിൽ ഒത്തിരി ഡിനോമിനേഷൻ ചേർന്നുള്ള ഒരു കൂട്ടായ്മയ്ക്കകത്ത് പ്രസംഗിപ്പാൻ അവരെന്നെ ക്ഷണിച്ചു. സ്തോത്രം. അന്ന് ഞാൻ ആ മീറ്റിങ്ങിന് ചെന്നപ്പോൾ 12-ലധികം ദൈവദാസന്മാർ, എല്ലാവരും പ്രായമുള്ള അപ്പച്ചന്മാരാകുന്ന കർത്തൃദാസന്മാർ, അല്ലാത്ത ദൈവദാസന്മാരെല്ലാം 2.5 മണിക്കൂർ ശുശ്രൂഷയ്ക്കായി സമയം തന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ അവർ ആരാധിക്കുന്നത്, അവർ അത് ബലം ഏറ്റെടുക്കുന്നത്, ദൂതുകൾ സ്വീകരിക്കുന്നത് ഞാൻ കാണുവാനായിട്ടിടയായിത്തീരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രായത്തിൽ മൂത്തതാണേലും ശുശ്രൂഷയിൽ തികവുള്ളതാണേലും ദൈവ സാന്നിധ്യത്തോട് അവർ പ്രതികരിച്ച രീതി എൻ്റെ ജീവിതത്തിന്റെ അകത്ത് മറക്കാനാവാത്ത ദൈവ പ്രവർത്തികളെ വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരുന്നു. ഇന്ന് രാത്രികാലം വചനത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിച്ച് നിങ്ങളോട് ഇന്ന് രാത്രികാലം ദൈവം സംസാരിക്കട്ടെ, ദൈവം ഇടപെടട്ടെ, നിങ്ങളുടെ വിഷയങ്ങൾക്ക് നടുവിൽ മാറ്റങ്ങളെ വെളിപ്പെടുത്തട്ടെ. അതിലുപരിയായി കർത്താവ് നമ്മുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്ന നിത്യതയെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യത്തെ, ആഴമേറിയ അനുഭവതലത്തെ ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി തുറന്നു വരട്ടെ. ഇന്നലെയേക്കാൾ പിതാവിന്റെ നാടോട് ഇന്ന് രാത്രികാലം അടുത്തു വരുന്ന ഒരു മിനിസ്ട്രിയായി നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഇന്ന് രാത്രികാലം മാറേണ്ടതിന് വേണ്ടി എത്ര പേർ ദൈവസേനയിൽ പ്രാർത്ഥിക്കും? എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവിൽ വന്ദനത്തെയും സ്വാഗതത്തെയും ചെയ്യുന്നു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ ജോജി തോമസ്, കർത്താവിന്റെ ദാസനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ ദാസനും ദാസിയും ഇന്ന് വൈകിയ വേളയിൽ ഞങ്ങളുടെ മധ്യയിൽ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ അവസരങ്ങളെ ഒരുക്കിയല്ലോ. തുടർന്നുള്ള സമയങ്ങൾ കർത്താവിന്റെ ദാസന് വേണ്ടി ദൈവനിയോഗത്താൽ ശുശ്രൂഷിക്കുവാൻ കർത്താവിന്റെ ദാസനെ ഞാൻ സമയങ്ങളെ വേർതിരിക്കുന്നു. കരങ്ങളെ തട്ടിക്കൊണ്ട് കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി നമുക്ക് സ്വീകരിക്കാം. കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ മധ്യയിൽ ശുശ്രൂഷിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങളെ ഉയർത്തി വൈകിയ വേളയിൽ ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന അനിൽ ബേബി പാസ്റ്ററെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ക്രിസ്തുവിൽ വളരെ നീണ്ട നാളത്തെ പരിചയവും നീണ്ട സ്നേഹവുമുള്ള അനിൽ ജോർജ് പാസ്റ്ററിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രികാലം ഇതിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ബലപ്രദേശത്തിലാപ്പില്ലാതെ അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ ബിജി സാമുവേൽ ഹല്ലേലൂയ ദേവദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭക്തനാണ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ഹല്ലേലൂയ. അവിടെയും കഴിഞ്ഞ ദിവസം ദൈവത്തിനെ ശുശ്രൂഷിക്കുവാനൊരു ഭാഗ്യം സ്വർഗത്തിലെ ദൈവമടി എൻ്റെ ജീവിതത്തിൽ ഒരുക്കുവാനിടയായി. ഹല്ലേലൂയ. അനേക അവസരങ്ങൾ പലപ്പോഴും ഉണ്ടെങ്കിലും സമയത്തിൻ്റെ ഹല്ലേലൂയ വ്യത്യാസവും പല വിധത്തിലുള്ള തടസ്സങ്ങളുള്ളത് കൊണ്ട് വർഷിപ്പ് മാത്രമായിട്ട് ഈ ദിവസങ്ങളിൽ മുമ്പോട്ട് പോകുന്ന ഈ ദിവസങ്ങളിൽ ദൈവത്തിന് ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ദൈവനാമത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. ഇന്ന് രാത്രികാലം വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആളുകളുടെ പെരുപ്പത്തിലല്ല ദൈവനാമത്തോട് പ്രതികരിക്കുന്ന
ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയായി ഇന്ന് രാത്രികാലം തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ പ്രിയ അനിൽ ബേബി പാസ്റ്റർ പറഞ്ഞ ഹല്ലേലൂയ ചില വാക്കുകൾ എൻ്റെ ഹൃദയത്തെ ഹല്ലേലൂയ വളരെയധികം ഞാനും ചിന്തിക്കുകയും ഞാൻ പറയാറുള്ളൊരു വാക്കാണ്. ഹല്ലേലൂയ. ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതലിനെ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? പ്രതികരിച്ചാൽ മാത്രമേ ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രികാലം സന്തോഷത്തോടെ അതുകൊണ്ട് ഹല്ലേലൂയ കർത്താവേ എന്നോട് ഒരു വാക്കിൽ സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാ അന്യായ ചിന്തകളും നമ്മൾ ഇന്ന് മാറിപ്പോകട്ടെ. അല്പസമയം തിരുവചനത്തിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ ഈ തിരുവചനം ഹല്ലേലൂയ ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്നത്. ഈ തിരുവചനം ഹല്ലേലൂയ അഗ്നിജ്വാലയ്ക്കൊത്താൽ ഹല്ലേലൂയ കണ്ണുള്ള ദൈവസാന്നിധ്യം ഹല്ലേലൂയ വസിക്കുന്ന തിരുവചനമാണ്. ഈ തിരുവചനം വെച്ച പ്രിയരെ ന്യായവിധി ദിവസത്തിൽ നമ്മളെ ന്യായം വിധിക്കുന്നത്. രാത്രികാലം ആ തിരുവചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ അത് രോഗികൾക്ക് സൗഖ്യം നൽകുന്നതാ, പാവികളെ ഹല്ലേലൂയ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നതാ. ഹല്ലേലൂയ. ഈ തിരുവചനം ഹല്ലേലൂയ അനേക ഇരുമ്പോടാമ്പലുകളെ തകർത്ത് അനേക രാജാക്കന്മാരുടെ അനേക ഹല്ലേലൂയ ഹൃദയങ്ങളെ തച്ചുടച്ച ദൈവവചനമായി. ഇന്ന് രാത്രി കാലവും ഈ തിരുവചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സന്തോഷത്തോടെ അല്പസമയം ദൈവസന്നിധി സ്തോത്രം ചെയ്ത് അന്യഭാഷയോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയോ അല്ലെങ്കിൽ ആര് വരുന്നു ആര് പോകുന്നു ഇതൊന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ഇന്ന് രാത്രി കാലം നമ്മുടെ നിത്യതയ്ക്ക് തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ള കുറവിനെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് അടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി നിമിഷങ്ങൾ തീരട്ടെ എന്ന് ദൈവത്തോട് ഒരു വാക്കിൽ പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ നിത്യതയ്ക്ക് തടസ്സമായി ഉള്ളതിനോട് ഇന്ന് രാത്രികാലം വിട പറയുവാൻ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ ശക്തി എവിടൊക്കെ ആഞ്ഞടിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം അസാധാരണമായ ദൈവപ്രവർത്തികൾ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നാം അറിയാത്ത മേഖലകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലവും നമുക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു മണിക്കൂറുകൾ തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഉടരപരക ദുരാരകരക ശംധര ദിവാനബനവ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം ഇതിന്റെ ഉള്ളിൽ ഹല്ലേലൂയ ഭാരത്തോടെ നിരാശയോടെ കടന്നു വന്നവരുണ്ട്. അവരുടെ മേൽ അസാധാരണമായ ഒരു ദൈവസാന്നിധ്യം ചലിക്കേണ്ടതിനായി ദൈവസന്നിധി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. 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 ഇന്ന് രാത്രി കാലത്തെ ഹല്ലേലൂയ സമയം വളരെയധികം മുൻപോട്ട് പോകുന്നത് കൊണ്ട് അതിവേഗത്തിൽ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ എന്നെ ചിന്തിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവാലോചനയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതിനു മുമ്പ് ഞാൻ ഇപ്രകാരം തമാശ രീതിയിൽ പല ശുശ്രൂഷ ഹല്ലേലൂയ സ്റ്റേജുകളിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പണ്ടൊരു ദൈവദാസൻ ഞാൻ ഹല്ലേലൂയ പലയിടത്തും പറയാറുള്ളതുകൊണ്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തെ ക്ഷമിക്കുക. ഞാൻ വീണ്ടും ഹല്ലേലൂയ നിങ്ങളെ ഹല്ലേലൂയ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ ദൈവജന ശുശ്രൂഷയ്ക്കായി എഴുന്നേറ്റപ്പോൾ ആ ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങുവാന്ന് പറഞ്ഞു. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഇരുന്ന ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും അറിയാം പഴയൊരു ഹല്ലേലൂയ ഒരു പിതാവ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ അല്ലയോ ദൈവദാസനെ, വചനത്തിന്റെ ആഴങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നത് നല്ലതാ, സമയത്ത് ഹല്ലേലൂയ കയറി വന്നേക്കണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞതിന്റെ താല്പര്യം അനിൽ ബേബി പാസ്റ്റർ ഒരു സമയം തന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അതിന് 2 മിനിറ്റ് മുമ്പ് നിർത്തുവാൻ ഞാൻ ദൈവാത്മാവിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ ചിന്തിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ഒരിക്കൽ കൂടി ഞാനത് വായിക്കുന്നു. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ആ തിരുവചനത്തിന് മുമ്പ് നമ്മുടെ കണ്ണുകളടയ്ക്കാമോ? നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 കാൽവറിയിൽ ഉടകൂടാതെ സ്നേഹിച്ച ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല പിതാവേ, ഹല്ലേലൂയ. തിരുവചനം അങ്ങയുടേതാ കർത്താവേ, അടിന്റെ നാവ് അങ്ങയുടേതാ കർത്താവേ. ഇന്ന് രാത്രി കാലം അങ്ങയുടെ ശബ്ദം തന്നെ ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങട്ട് കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന സത്യത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി കാലം ഈ തിരുവചനം ഒരു സ്ഥലത്തേക്ക് അയക്കപ്പെട്ടാൽ അതിന്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരികയില്ല എന്നവരുടെ വചനമാണല്ലോ കർത്താവ്. ഇന്ന് രാത്രികാലം
അങ്ങ് കർത്താവേ ആഗ്രഹത്തോടെ വാഞ്ചയോടെ ഇതിൻ്റെ ഉള്ളിൽ ആയിരിക്കുന്ന ഓരോ ദൈവഭക്തന്മാരുടെ ദൈവദാസ്യന്മാരുടെ ഉൾത്തടങ്ങളിൽ ഹല്ലേലൂയ അനുഗ്രഹത്തിന് വിടുതലിന് ഈ വചനം കാരണമായി തീരുവാൻ ദൈവത്തോട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അസാധാരണമായ ഒരു ദൈവിക സൗഖ്യം, അസാധാരണമായ ഒരു ദൈവിക വിടുതൽ ഇന്ന് രാത്രികാലം അനുഭവിക്കുവാൻ വളരെ ആഗ്രഹത്തോടെ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, ജനത്തിന്റെ ഹൃദയത്തെ വശീകരിച്ച് കളയുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്ന് വിടുതൽ നൽകണമേ. കർത്താവേ, ആദ്യോടെ അവസാനം തിരുസാന്നിധ്യത്തിന്റെ മറവിലടി ഞങ്ങളെ മറച്ചാട്ടെ. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യം ഇപ്രകാരമാണ്: അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ദൈവാത്മാവ് ചില ഹൃദയങ്ങളോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ മറന്നു കളഞ്ഞെങ്കിലും ഇന്ന് രാത്രികാലം ചിലരെ മാറോട് ചേർത്ത് പിടിക്കുന്ന മണിക്കൂറുകളാന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ജീവിതത്തിൽ വരുന്ന കഷ്ടതകളുടെയും വേദനകളുടെയും നെടുവീർപ്പുകളുടെയും മുമ്പിൽ ഇന്ന് രാത്രികാലം ആരുടെയെങ്കിലും മനസ്സ് വേദനിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദീർഘനാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പക്ഷേ വേണ്ടതുപോലുള്ള ജീവിതത്തിലുള്ള നന്മകളെ പ്രാപിക്കുവാൻ കഴിയാതെ എന്തുകൊണ്ട് കർത്താവേ എന്ന് പലവിധമാകുന്ന ചോദ്യ ചിഹ്നങ്ങളുമായി ഇന്ന് രാത്രികാലം ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ദൈവാത്മാവ് ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഇടപെടുന്നു. അല്പനേരത്തേക്ക് ഞാൻ നിന്നെ മറന്നു കളഞ്ഞുവെങ്കിലും മഹാദയോടെ നിന്നെ ചേർത്തു പിടിക്കുന്ന ഒരു കർത്താവാണ് ഞാൻ നിന്നെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ അനാഥനായി കൈവിടുകയില്ല. ഇന്ന് രാത്രികാലം പ്രിയരെ, ഈ വചനത്തിന് മുമ്പിൽ നമുക്ക് ബലപ്പെടാം. ഈ വചനം ഹല്ലേലൂയ ഇത് മനുഷ്യൻ പറഞ്ഞ വാക്കുകളല്ല. ആകാശവും ഭൂമിയും മാറിയാലും തിരുവചന സത്യങ്ങൾക്ക് മാറ്റം വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ തിരുവചനം പറയുക, അല്പനേരത്തേക്ക് ഇന്ന് നീ അനുഭവിക്കുന്ന വേദന അത് നീണ്ടുപോകുന്നതല്ല. ഇന്ന് നീ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ, ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടത, ഇന്ന് നീ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ, ഇന്ന് നീ അനുഭവിക്കുന്ന കടബാധ്യതകൾ, എന്ത് വിധത്തിലുള്ള ഭാരങ്ങളാണ് നിന്നെ അലട്ടുന്നത്, ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഇടപെടുന്നു. ഇത് അധിക നാളുകൾ മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. അവൻ ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിന്നോടും നിന്റെ കുടുംബത്തോടും പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക ആലോചനകൾക്ക് അവനൊരു അവധി വെച്ചിരിക്കുക. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയും അത് താമസിച്ചാലും അത് സംഭവിക്കും. ഇന്ന് രാത്രികാലം വൈകി വരുന്ന അനുഗ്രഹങ്ങൾക്കും വൈകി വരുന്ന നന്മകൾക്കും വലിയ വിടുതലുണ്ടെന്ന് തിരിച്ചറിയുന്നവർ ആത്മാവിൽ കർത്താവിന് മുഖത്ത് കൊടുത്തു തുടങ്ങിയാണ്. ഹല്ലേലൂയ. ഞാൻ ഇപ്രകാരം ഒരു പുസ്തകം വായിച്ചപ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുവാനിടയായി. സാമുവൽ ബ്രഗർ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൽ ദൈവവനം ശുശ്രൂഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭക്തനായ ഒരു ദൈവ മനുഷ്യനുണ്ടായിരുന്നു, സാമുവൽ ബ്രഗർ. അദ്ദേഹം ദീർഘനാളുകളായിട്ട് ഇംഗ്ലണ്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അദ്ദേഹം ഇങ്ങനെ ദൈവ ശുശ്രൂഷ ചെയ്ത് വളരെ വളരെ ഒരു മിനിസ്ട്രി ഒക്കെ ഉണ്ടാക്കി, വളരെ മീറ്റിങ്ങുകളൊക്കെ നടത്തി ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നേറിയ ഒരു സമയം, ഒരു ദിവസം വില്യം ബൂത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കൽ വരുവാനിടയായി. ശ്രദ്ധയോടെ നിങ്ങൾ ദൈവസ്ഥനിലായിരിക്കണം. ഹല്ലേലൂയ. തിരുവചനത്തിന് മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഓരോ വാക്കുകൾക്കും പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. അതിനോട് പ്രതികരിക്കുന്നവർക്ക് ഇന്ന് രാത്രികാലം അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് സാമുവൽ ബ്രഗർ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസന്റെ അടുക്കിലേക്ക് വില്യം ബൂത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വരുവാനിടയായി. അദ്ദേഹം കടന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം പ്രിയ സാമുവൽ ബ്രഗറിനോട് ഇപ്രകാരം പറയുവാനിടയായി. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, തനിക്കൊരു ജോലി ആവശ്യമാണെന്ന് പറയുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ ഈ ആവശ്യം സാമുവൽ ബ്രഗർ കേട്ടപ്പോൾ വില്യം ബൂത്തിനോട് ഇദ്ദേഹം പറഞ്ഞു, ഹല്ലേലൂയ, ഇപ്പോൾ എനിക്ക് നിനക്ക് നൽകുവാൻ പറ്റിയ ഒരു ജോലി ഇവിടെ ഇല്ല. ഹല്ലേലൂയ. നിനക്ക് ജോലി ആവശ്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ നിനക്ക് തരുവാൻ പറ്റിയ ഒരു ജോലി ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയുവാനിടയായി. അദ്ദേഹം വളരെ ഭാരത്തോടെ ഹല്ലേലൂയ ആ കടന്നു ചെന്ന് ഓഫീസിന് മുമ്പിൽ ഇരിക്കുവാനിടയായി. ഹല്ലേലൂയ. കുറെ നേരം കഴിഞ്ഞിട്ടും അദ്ദേഹം അവിടുന്ന് മടങ്ങിപ്പോയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ സാമുവൽ ബ്രഗർ ഇറങ്ങി വന്നിട്ട് ഇപ്രകാരം അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് തരുവാനുള്ള ഒരു ജോലി ഇല്ല, പക്ഷേ നിന്റെ ആവശ്യത്തെ ഞാൻ അറിയുന്നത് കൊണ്ട്
നിനക്ക് ഞാൻ തൽക്കാലത്തേക്ക് ഒരു ജോലി തരാമെന്ന് പറയുവാനിടയായി. അങ്ങനെ അദ്ദേഹം ഹല്ലേലൂയ അദ്ദേഹത്തിന് ഹല്ലേലൂയ വില്യം ബൂത്തിന് ഒരു ജോലി നൽകുവാനിടയായി. ആ ജോലി ഇപ്രകാരമായിരുന്നു. അനേക ദൈവദാസന്മാരും അനേക ദൈവമക്കളും ഓരോ ദിവസവും മീറ്റിങ്ങുകൾക്കായി കടന്നു വരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ആലയത്തിൽ ഹല്ലേലൂയ കടന്നു വരുന്ന ദൈവദാസന്മാരുടെ ഹല്ലേലൂയ ഓരോ ദിവസവും കൊണ്ട് അവരിട്ട് ഹല്ലേലൂയ അവർ ആരാധനയ്ക്കായി കടന്നു പോകുമ്പോൾ അതിന്റെ ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു ജോലി അദ്ദേഹം കൊടുക്കുവാനിടയായി. ഈ വില്യം ബൂത്തിന് ഹല്ലേലൂയ സാമുവൽ ബ്രഗർ ആ നിർബന്ധ ബുദ്ധിയാലുള്ള ചോദ്യത്തിന് മുമ്പിൽ ജോലിയൊന്നും ഇല്ല, പക്ഷെ ഒരു ജോലി ഞാൻ നിനക്ക് തരാം, ഹല്ലേലൂയ ഒരു ജോലി കണ്ടെത്തി തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ കടന്നു വരുന്ന ദൈവദാസന്മാരുടെ ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു ജോലി ഈ വില്യം ബൂത്തിന് കൊടുത്തതായി ഞാൻ അതിൽ വായിക്കുവാനിടയായി. അങ്ങനെ അദ്ദേഹം വിശ്വസ്തയോടെ ആ ജോലി ചെയ്തു തുടങ്ങുവാനിടയായി. ഓരോ ദിവസവും അനേക ദൈവദാസന്മാർ വരും, അനേക മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ആ ദൈവദാസന്മാരുടെ ഷൂകളെല്ലാം ഒരു ഹല്ലേലൂയ കംപ്ലൈന്റും ഇല്ലാതെ ഒന്നും പറയാതെ അദ്ദേഹം വളരെ വൃത്തിയായിട്ട് പോളിഷ് ചെയ്യുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അതെല്ലാം പോളിഷ് തീർന്നതിന് ശേഷം ഹല്ലേലൂയ ഷൂ ഇടുന്ന റൂമിൽ തന്നെയാണ് ഇദ്ദേഹം കിടക്കുകയും ചെയ്യുന്നത്. അവിടെ പോളിഷ് ചെയ്യും. അതിനുശേഷം അദ്ദേഹം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കിട്ടുന്ന സമയങ്ങൾ ദൈവവചനം വായിക്കുവാനും ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോകുവാനിടയായി. ആ ജോലി അദ്ദേഹത്തെ ഏൽപ്പിച്ച ആ ജോലി വിശ്വസ്തയോടെ താൻ ഹല്ലേലൂയ നിറവേറ്റി ചെയ്യുവാനിടയായി. അങ്ങനെ വർഷങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ഹല്ലേലൂയ ആനുവൽ കൺവെൻഷൻ പോലെ 3 ദിവസത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ ഹല്ലേലൂയ പ്രിയ സാമുവൽ ബ്രഗർ ഹല്ലേലൂയ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനിടയായി. ആ കൺവെൻഷന് 3 ദിവസം അനുഗ്രഹിക്കപ്പെട്ട ലോക പ്രശസ്തരായിരിക്കുന്ന ദൈവദാസന്മാരെ വിളിക്കുവാനിടയായി. ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം കടന്നു വന്നു. ഹല്ലേലൂയ പതിവ് പോലിനേക്കാൾ അപ്പുറമായി അനേക ദൈവദാസന്മാർ കടന്നു വന്നതുകൊണ്ട് ഹല്ലേലൂയ വില്യം ബൂത്തിന് ഈ വചനം കേൾക്കാൻ പോലുമുള്ള സമയം കിട്ടിയില്ല. ഹല്ലേലൂയ അദ്ദേഹം പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കുക ഷൂ. ഹല്ലേലൂയ അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി അതാ. അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ്, ലക്ഷങ്ങൾ ആ മീറ്റിങ്ങിന് കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ അനേക ആയിരങ്ങൾ ലക്ഷങ്ങൾ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട വിടുതലുകൾ ആദ്യത്തെ ദിവസം സംഭവിച്ചു. രണ്ടാമത്തെ ദിവസവും അതുപോലെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായി. പക്ഷേ വില്യം ബൂത്തിന് ആഗ്രഹമുണ്ട് ദൈവവചനം കേൾക്കണമെന്ന്. പക്ഷേ തന്നെ ഏൽപ്പിച്ച ജോലിയുടെ വിശ്വസ്തത താൻ ദൈവസന്നിധിയിൽ കാണിക്കുന്നത് കൊണ്ട് അദ്ദേഹം പോളിഷ് ചെയ്യുവാൻ വേണ്ടി അവിടെ ഇരുന്നു. ഹല്ലേലൂയ. അങ്ങനെ മൂന്നാമത്തെ ദിവസം എത്തി. മൂന്നാമത്തെ ദിവസം നമുക്കറിയാമല്ലോ ഹല്ലേലൂയ ഒരു മീറ്റിംഗിന്റെ അവസാന ദിവസം എന്ന് പറയുന്നത് ഏറ്റവും ഹല്ലേലൂയ നമ്മുടെ ഒരു രീതി അനുസരിച്ച് ഏറ്റവും ശക്തരായിരിക്കുന്ന ഒരാളെ ആയിരിക്കും അവസാന ദിവസം നമ്മൾ നിയമിക്കുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ലോക പ്രശസ്തരായിരിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു അന്ന് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ വേണ്ടി വരുവാനിരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നപ്പോൾ ഏകദേശം മീറ്റിങ്ങിന് ഒരു 2 മണിക്കൂർ മുമ്പ് ഹല്ലേലൂയ ഈ സാമുവൽ ബ്രഗറിന് ഒരു കോള് വരുവാനിടയായി. ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവഭക്തന്റെ കോളായിരുന്നു. അദ്ദേഹം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അല്ലയോ ദൈവദാസനെ, ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രി കാലത്ത് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ എനിക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല. ഞാൻ വളരെയധികമായിരിക്കുന്ന ഒരു രോഗത്താൽ ഹല്ലേലൂയ ഭാരത്തോടെ എനിക്ക് യാത്ര ചെയ്യുവാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടോടായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുവാനിടയായി. ഹല്ലേലൂയ. പ്രിയരെ, നമുക്ക് ഒരു അല്ലെങ്കിൽ അനിൽ ബേബി പാസ്റ്ററോടോ അല്ലെങ്കിൽ അനിൽ ജോർജ് പാസ്റ്ററോടോ അല്ലെങ്കിൽ ബിജി പാസ്റ്ററോടോ ചോദിച്ചാൽ നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തുമാത്രം ആയിരിക്കുന്നത്. ജനങ്ങൾ വന്നു കയറുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ലക്ഷങ്ങൾ ഹല്ലേലൂയ അനേക ആളുകൾ. അന്ന് അവസാനത്തെ ദിവസമാണ്. വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും നടക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ അനേകർ കടന്നു വന്ന് ഹല്ലേലൂയ ഗാന ശുശ്രൂഷകൾ ആരംഭിച്ച് മീറ്റിംഗ് തുടങ്ങുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു തുടങ്ങേണ്ട ഒരു അരമണിക്കൂർ മുമ്പ് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രിയ സാമുവൽ ബ്രഗർ ഇപ്രകാരം ചിന്തിച്ച്, കർത്താവേ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഇവരോട് എങ്ങനെ ഞാൻ പറയും? ആ വരുന്ന ആളുടെ പേര് കേട്ടിട്ട് തന്നെ കടന്നു വന്ന അനേക ആയിരങ്ങൾ അതിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാമുവൽ ബ്രഗറിനോട് ഇടപെടുവാനിടയായി. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ വില്യം ബൂത്തിനോട് ചെന്ന് പറയാൻ പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയരെ, നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ ഷൂ പോളിഷ് മാത്രം ചെയ്യുന്ന, ഇതുവരെയും ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാത്ത, ഇതുവരെയും ആ സ്റ്റേജ് പോലും കാണാത്ത ഒരു വ്യക്തിയാണ് വില്യം ബൂത്ത്. ഹല്ലേലൂയ. അദ്ദേഹം ഹല്ലേലൂയ ഷൂകളുടെ ഇടയിൽ ഷൂ മാത്രം പോളിഷ് ചെയ്യുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ. പെട്ടെന്ന് ദൈവ ശബ്ദത്തിന് മുമ്പിൽ ഹല്ലേലൂയ സാമുവൽ ബ്രഗർ ദൈവ ശബ്ദത്തിന് മുമ്പിൽ പ്രതികരിക്കുവാനിടയായി. ഹല്ലേലൂയ. ആ ദൈവ ശബ്ദത്തോട് മറുത്തൊന്നും പറയാതെ, ഒന്നും ചിന്തിക്കാതെ ഇവൻ പ്രസംഗിക്കുമോ ഒന്നും അറിയത്തില്ല. വില്യം ബൂത്തിനെ പറ്റി യാതൊരു ഹിസ്റ്ററിയും അറിയത്തില്ല. ഇദ്ദേഹം ഓടിച്ചെന്ന്
ചെന്നപ്പോൾ വില്യം ബൂത്ത് ഹല്ലേലൂയ ഷൂ പോളിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഹല്ലേലൂയ. വില്യം ബൂത്തിനോട് ചെന്ന് പറഞ്ഞു, ഹല്ലേലൂയ, അല്ലയോ ദൈവദാസനെ, ഇന്ന് രാത്രി കാലം നിനക്ക് ഞാനൊരു പ്രമോഷൻ തരികയാണ്. ഹല്ലേലൂയ. ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. ഇന്ന് രാത്രി കാലം ദൈവവചനം ശുശ്രൂഷിക്കേണ്ട ദൈവദാസൻ കടന്നു വരുന്നില്ല. അതുകൊണ്ട് ആ സ്ഥാനത്ത് നീ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുവാനിടയെ. അതുകൊണ്ട് പെട്ടെന്ന് ഹല്ലേലൂയ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കുളിച്ചൊരുങ്ങി നീ സ്റ്റേജിൽ അരമണിക്കൂറിനുള്ളിൽ കടന്നു വരണമെന്ന് പറയുവാനുണ്ട്. ഇത് കേട്ട വില്യം ബൂത്ത് അമ്പരന്ന് പോയി. ഹല്ലേലൂയ. കാരണം തനിക്ക് രണ്ടുപേരുടെ മുമ്പിൽ പോലും ഇന്നേ വരെ അദ്ദേഹം ദൈവവചനം ശുശ്രൂഷിച്ചിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്ന ആ വ്യക്തി ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു, ഗാന ശുശ്രൂഷ ആരംഭിച്ചു. അപ്പോൾ ഹല്ലേലൂയ വില്യം ബൂത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവവചനവുമായിട്ട് ഹല്ലേലൂയ സ്റ്റേജിലേക്ക് കടന്നു വരുവാനിടയെ. വചന ശുശ്രൂഷയുടെ തൊട്ട് മുമ്പ് സാമുവേൽ ബ്രദർ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ഇപ്പൊ എന്നെ അഭിസംബോധന ചെയ്തതുപോലെ ഹല്ലേലൂയ സാമുവേൽ ബ്രദർ എഴുന്നേറ്റ് നിന്ന് അന്നത്തെ പ്രഭാഷകനെ അഭിസംബോധന ചെയ്യുവാനിടയായി. അങ്ങനെ അഭിസംബോധന എല്ലാവരും വളരെ പ്രതീക്ഷയോടെ എല്ലാവരും നിശബ്ദമായി പ്രതീക്ഷയോടിരിക്കുക. ഹല്ലേലൂയ ദൈവഭക്തന്റെ വായിൽ നിന്ന് കേൾക്കുവാൻ. ഈ വില്യം ബൂത്തിന്റെ അല്ല, അന്ന് കടന്നു വരാമെന്ന് പറഞ്ഞ ആ ദൈവദാസന്റെ വായിൽ നിന്ന്. അങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് സാമുവേൽ ബ്രദർ പറഞ്ഞു, ഹല്ലേലൂയ, അതിലെയോ ദൈവജനമേ, നിങ്ങൾ ദൈവനാമത്തിൽ ക്ഷമിക്കണം. ഇന്ന് രാത്രികാലം കടന്നു വരുവാൻ ഹല്ലേലൂയ ദൈവദാസന് കടന്നു വരുവാൻ കഴിയാത്തത് കൊണ്ട് അതിലും ശ്രേഷ്ഠമായ ഒരു ദൈവിക ആലോചന ഇന്ന് രാത്രികാലം കേൾക്കുവാൻ പോവുകയാന്ന് പറഞ്ഞിട്ട് വില്യം ബൂത്തിനെ മുൻപോട്ട് ക്ഷണിക്കുവാനായി. വില്യം ബൂത്ത് ഹല്ലേലൂയ ഞാൻ അങ്ങ് ചിന്തിക്കുമായിരുന്നു. ഹല്ലേലൂയ മുട്ടുകൾ കൂട്ടിയിടിച്ച് കൈകൾ വിറച്ച ബൈബിളുമായിട്ട് ആ പോഡിയത്തിന് മുമ്പിലേക്ക് കടന്നു ചെല്ലുവാനിടയായി. ഹല്ലേലൂയ. അദ്ദേഹം ചെന്നിട്ട് അദ്ദേഹത്തിന് എന്ത് സംസാരിക്കണം, എന്ത് പറയണമെന്നറിയത്തില്ല. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, എല്ലാവരുടെയും കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ അദ്ദേഹങ്ങൾ ഹല്ലേലൂയ വാക്കുകളെ ഉരുവിടുവാൻ തുടങ്ങി. അപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്റ്റേഡിയം മുഴുവൻ ശാന്തമായി നിശബ്ദമായി. അദ്ദേഹം കണ്ണുകളെ തുറക്കുന്നില്ല, കാരണം അദ്ദേഹം ഭയമായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിശബ്ദമായത്? ആളുകളെല്ലാം ഇനി എഴുന്നേറ്റ് പോകാൻ തുടങ്ങി, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അതുകൾ കണ്ണുകളെ മൂട്ടിയടച്ച് ദൈവത്തോട് ഹല്ലേലൂയ അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു തുടങ്ങുവാനിടയായി. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഹല്ലേലൂയ ആ ദൈവഭക്തൻ കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? സ്റ്റേഡിയത്തിലുള്ള ഒരു ചെയറിൽ പോലും ഒരു വ്യക്തിയുമില്ല. ഹല്ലേലൂയ. എല്ലാവരും മുട്ടുകളെ മടക്കി ദൈവസന്നിധിയിൽ ആ ഫ്ലോറിൽ ഇരുന്ന് കരയുന്ന ഒരു കാഴ്ച പ്രിയ വില്യം ബൂത്ത് കാണുവാനിടയായി. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ ഹല്ലേലൂയ അന്നുവരെയും ആ സ്റ്റേഡിയത്തിൽ സംഭവിക്കാത്ത പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച തന്റെ ദൈവദാസന്റെ വായിലൂടെ വന്ന പ്രാർത്ഥനയുടെ ശബ്ദത്തിന് മുമ്പിൽ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി. ഹല്ലേലൂയ. പ്രിയരെ, അന്ന് രാത്രികാലം ആ വചനം മുമ്പോട്ട് വായിച്ചപ്പോൾ, ആ പുസ്തകം വായിച്ചപ്പോൾ അതിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, കൂടുതലൊന്നും അന്ന് രാത്രികാലം വില്യം ബൂത്ത് പ്രസംഗിച്ചില്ല. ഹല്ലേലൂയ. ആ പ്രാർത്ഥന കഴിഞ്ഞതിലൂടെ അനേക രോഗികൾ സൗഖ്യമായി, അനേക വിടുതലുകൾ, ആ 2 ദിവസം നടക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അന്ന് രാത്രിയിൽ ദൈവം ഹല്ലേലൂയ ദൈവഭക്തന്റെ ഹല്ലേലൂയ ജീവിതത്തിലൂടെ ചെയ്തെടുക്കുവാനിടെ. ഞാനത് പറഞ്ഞതിന്റെ ഒറ്റ താല്പര്യമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം. ഹല്ലേലൂയ. ഒരു യോഗ്യത നിനക്ക് ജീവിതത്തിൽ പറവാനില്ലായിരിക്കും, ഒരു കഴിവ് പറവാനില്ലായിരിക്കും. ഹല്ലേലൂയ. നല്ലവണ്ണം ഒന്ന് പ്രാർത്ഥിക്കുവാൻ നിനക്ക് പക്ഷെ കഴിയില്ലായിരിക്കും. പക്ഷേ ഇന്ന് രാത്രികാലം പ്രിയരെ, നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. നിന്റെ നിന്ദകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ സ്നേഹിക്കുന്ന ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാ, അവൻ അന്ത്യം വരെ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പതറിപ്പോകാതെ ആ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയവ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളൊന്നും വൃഥാവല്ല, നമ്മുടെ ആരാധനകൾ വൃഥാവല്ല, നമ്മുടെ ദൈവവചന കേൾവികൾ വൃഥാവല്ല. ഇന്ന് രാത്രികാലം നീറുന്ന ഹൃദയത്തിന്റെ നീറ്റലുകളെ അറിഞ്ഞ് ഹല്ലേലൂയ നിന്റെ കണ്ണുനീരിനെ തുടച്ച് നിന്നെ മാനപാത്രമാക്കി മാറ്റുവാൻ ഇന്ന് രാത്രികാലം ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ അതിവേഗത്തിൽ ഓടി വരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ മറന്നുവെങ്കിലും ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തണയ്ക്കും. ഹല്ലേലൂയ. വില്യം ബൂത്ത്
ബൂത്തിനെ വിളിച്ച് ഇന്ന് രാത്രികാലം ചോദിച്ചാൽ പ്രിയരെ ഹല്ലേലൂയ വില്യം ബൂത്തിന് പറയുവാൻ കഴിയും, അനേക വർഷങ്ങൾ ഞാൻ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്തു. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം അവനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാനിടയായി. ഹല്ലേലൂയ. വചനം ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുമ്പോൾ പ്രിയരെ അനേക ഭക്തന്മാരെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച ചരിത്രം കാണുന്നുണ്ട്. പക്ഷേ അതിലൊരു വ്യക്തിയെ ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ദൈവ ശുശ്രൂഷയിലേക്ക് കടക്കുക. ആ വ്യക്തിയുടെ പേരാണ് എന്റെ ശുശ്രൂഷകളിലെല്ലാം വളരെയധികം ഞാൻ ഉയർത്തി കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. ഹല്ലേലൂയ. അപ്പോസ്തലരുടെ പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ ജീവിതത്തിൽ ഒറ്റ പ്രസംഗമേ ദൈവഭക്തൻ പ്രസംഗിച്ചുള്ളൂ. ഹല്ലേലൂയ. ആ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ മൂർത്ത ഹല്ലേലൂയ മുനയുള്ള കല്ലുകൾ ആ ദൈവഭക്തന്റെ നേരെ ഹല്ലേലൂയ പാഞ്ഞു പതിക്കുവാനിടയായി. അപ്പോൾ തുറന്ന സ്വർഗം കണ്ടു, ജീവൻ വിടുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രിയരെ അധികമൊന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ജീവിതത്തിൽ തീരുമാനിക്കുവാൻ കഴിയും, കർത്താവേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഞാൻ വിശ്വസ്തനായി നിൽക്കും. ഹല്ലേലൂയ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ അതൊരു പക്ഷെ പ്രാർത്ഥിക്കുവാനായിരിക്കും, ഒരുപക്ഷെ ദൈവദാസന്മാർക്ക് ഇടിവിൽ നിൽക്കുവാനായിരിക്കും, ഒരുപക്ഷെ ഹല്ലേലൂയ മീറ്റിങ്ങുകൾക്ക് കയറി അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിരിക്കും ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. രാത്രികാലം ഏൽപ്പിച്ചതിൽ വിശ്വസ്തനായിരിക്കുന്നവനെ, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അധികത്തിൽ മാനിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവവരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകനെ പറ്റി ഹല്ലേലൂയ രണ്ട് വാക്കുകൾ പറയാതെ മുൻപോട്ട് നമുക്ക് ആ ദൈവ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. നിങ്ങളുടെ ശ്രദ്ധയിൽ ഹല്ലേലൂയ എല്ലാവരും ശ്രദ്ധയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഹല്ലേലൂയ. യെശയ്യാ പുസ്തകത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ വലിയ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനായിരുന്നു യെശയ്യാവ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെ ആ പുസ്തകത്തെ ഹല്ലേലൂയ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്, ബൈബിളിലെ ഒരു ബൈബിൾ എന്നാണ് യെശയ്യാ പുസ്തകത്തെ നമ്മൾ കാണുന്നത്. കാരണം ബൈബിൾ മൊത്തം 66 ഹല്ലേലൂയ പുസ്തകങ്ങൾ ഉള്ളതുപോലെ യെശയ്യാവിന് 66 അധ്യായങ്ങൾ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിൾ പോലെ തന്നെ ഹല്ലേലൂയ യെശയ്യാ പുസ്തകത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നത് ഹല്ലേലൂയ പഴയ നിയമ പുസ്തകത്തിലെ ഒരു സുവിശേഷ പുസ്തകമായിട്ട് യെശയ്യാവിനെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവകൃപയെ നിഷ്പക്ഷമായി ആ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നതായി നമുക്ക് 1 മുതലുള്ള 66 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. യെശയ്യാവിനെ രണ്ടായിട്ട് തരംതിരിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ പഴയ നിയമ പുസ്തകത്തിലെ ഹല്ലേലൂയ 39 പുസ്തകങ്ങളെ പോലെ ന്യായവിധികളെയും മുന്നറിയിപ്പുകളെയും കാണുന്നതായിട്ട് നമുക്ക് അവിടെ കാണുന്നു. 1 മുതൽ 39 വരെയുള്ള അധ്യായത്തിൽ ന്യായവിധികളും മുന്നറിയിപ്പുകളും നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. 40 മുതൽ 66 വരെയുള്ള വാക്യ ഹല്ലേലൂയ 27 പുസ്തകം, പുതിയ നിയമത്തിൽ 27 പുസ്തകം പോലുള്ള 27 അധ്യായത്തിൽ ഹല്ലേലൂയ പുതിയ നിയമത്തിലെ കൃപയും സമാധാനത്തെയും പറ്റി നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. അങ്ങനെ 54 അധ്യായം ഹല്ലേലൂയ 66 പുസ്തകങ്ങളുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവോധനമാണ് യെശയ്യാവിന്റെ പുസ്തകം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ വായിച്ച അധ്യായം എന്ന് പറയുന്നത് 54-ാമത്തെ അധ്യായമാണ്. വീണ്ടെടുക്കപ്പെട്ട ഇസ്രയേലിന്റെ സന്തോഷത്തെയാണ് 54-ാം അധ്യായത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ഇസ്രയേലിന്റെ സന്തോഷം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യം ഇപ്രകാരമാണ്, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിനാണ് ദൈവം അല്പനേരത്തേക്ക് നമ്മളെ മറന്നു കളഞ്ഞത്? ഇന്ന് രാത്രി കാലത്ത് എന്റെ ചിന്തയിലേക്ക് ഞാൻ കടക്കുക. ഹല്ലേലൂയ. ദൈവം എന്തിനാണ് നമ്മളെ അല്പനേരത്തേക്ക് മറന്നു കളഞ്ഞത്? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എവിടെയെങ്കിലും ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ വേദനപ്പെടുന്ന ഹൃദയവുമായി ആരെങ്കിലും ഇന്ന് രാത്രികാലമായിരിക്കുന്നെങ്കിൽ ഈ ദൈവവചന ശുശ്രൂഷ തീരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ നീ അറിയാത്ത മേഖലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യും. എത്ര പേർക്ക് വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. എന്തിനാണ് ദൈവം അല്പസമയത്തേക്ക് നമ്മളെ മറന്നതെന്ന് തിരിച്ചറിയണമെങ്കിൽ അതേ പുസ്തകത്തിന്റെ 49-ാം അധ്യായം 2-ാം വാക്യം ഹല്ലേലൂയ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. സമയത്തിന് ചുരുക്കം കൊണ്ട് ആരും വായിക്കുവാൻ ശ്രമിക്കേണ്ട, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ. 49-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാള് പോലെ ആക്കി. ഹല്ലേലൂയ.
തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ എന്നെ മറച്ചു വെക്കുവാനിടയായി. രണ്ട് കാര്യങ്ങളാണ് ദൈവം നമ്മെ അല്പസമയത്തേക്ക് മറക്കുന്നതിന്റെ രണ്ട് കാരണങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, ഹല്ലേലൂയ, മൂർച്ചയുള്ള ഒരു വാളാക്കി നിന്നെ മാറ്റുവാൻ വേണ്ടി. രണ്ട്, മിനുക്കി അമ്പാക്കി മാറ്റുവാൻ വേണ്ടി ദൈവം ചില, ഹല്ലേലൂയ, കണ്ണടച്ചു കളയുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോൾ? ഹല്ലേലൂയ. എന്നെ മൂർച്ചയുള്ള ഒരു വാളാക്കി മാറ്റുവാൻ, എന്നെ മിനുങ്ങിയ ഒരു അമ്പാക്കി മാറ്റുവാൻ കർത്താവേ, നീ എന്റെ ജീവിതത്തിൽ തരുന്ന ശോധനകൾക്കായി സ്തോത്രമെന്ന് പറയുവാൻ, നീ എന്റെ ജീവിതത്തിൽ തരുന്ന വേദനകൾക്കായി സ്തോത്രമെന്ന് പറയുവാൻ എത്ര പേർക്ക് സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? ഹല്ലേലൂയ. ജീവിതത്തിൽ നീറുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ചില ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരും വകയില്ലാതെ, ഹല്ലേലൂയ, ഒരു വിലയും തരാതെ, യോഗ്യതയില്ലാതെ നിന്നെ തള്ളിക്കളയുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിന്നെ മൂർച്ചയുള്ള വാളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. നിന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ നിന്നെ തകർത്ത് കളയുവാനല്ല, ഹല്ലേലൂയ, വരും ഭാവിയിൽ നിന്നെ മൂർച്ചയുള്ള ഒരു വാളാക്കി അനേകർക്ക് പ്രയോജനമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പാത്രമാക്കി മാറ്റുവാൻ ദൈവം നിന്റെ ജീവിതത്തിൽ തരുന്ന കഷ്ടതകളാണെന്ന് പറയുമ്പോൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നവർക്കായി ദൈവസന്നിധിയിൽ ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. സദൃശ്യവാക്യം 25-4 വാക്യം ഇപ്രകാരം പറയുന്നു, വെള്ളിയിൽ നിന്ന് കീടം നീക്കിയാൽ തട്ടാന് നല്ലൊരു ഉരുപ്പിടി ലഭിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രിയരെ, നല്ലൊരു ഉരുപ്പിടിയായി മാറണമെങ്കിൽ ചില കഷ്ടതകളും വേദനകളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ള നല്ല ഒരു ഉരുപ്പടികളായി മാറുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഇപ്രകാരം എന്റെ ജീവിതത്തിലൂടെ ഇപ്രകാരം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. ചില കഷ്ടതകളും ചില വേദനകളും ചില ഒറ്റപ്പെടലുകളുമാണ് ഇന്ന് കർത്താവിന് വേണ്ടി അത്യുജ്ജതയോട് നിൽക്കുവാൻ ദൈവം തന്ന ബലമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രികാലം എനിക്ക് എന്റെ അനുഭവത്തിലൂടെ പറയുവാൻ കഴിയും. കഴിഞ്ഞ നാളുകളിൽ പ്രിയരെ, സ്വന്തം ചാർച്ചക്കാരുടെ മധ്യത്തിൽ ഒറ്റപ്പെട്ട്, ഹല്ലേലൂയ, വില തരാതെ, യോഗ്യതയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ പല സ്ഥാനങ്ങളും എന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇന്ന് രാത്രികാലം ദൈവനാമത്തിന് വേണ്ടി വില കൊടുത്തത് കൊണ്ട്, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വിശ്വസ്തയോടെ നിന്നത് കൊണ്ട്, ദൈവം മാനിച്ചുയർത്തിയതല്ലാതെ ജീവിതത്തിൽ പറവാൻ യാതൊന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിക്കത്തക്ക വിധം ഉയരുവാൻ കഴിയാതെ, പ്രതീക്ഷിച്ചതുപോലെ വളരുവാൻ കഴിയാതെ ജീവിതത്തിൽ അനുഭവിച്ച വേദനകളുടെ മുമ്പിൽ ഇന്ന് രാത്രികാലം ആരെങ്കിലും വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ കഷ്ടത നിന്നെ തകർത്ത് കളയുവാനല്ല, ഈ കഷ്ടത നിന്നെ ഒതുക്കി കളയുവാനല്ല, ഈ കഷ്ടതയിൽ നിന്നെ പണിത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അതുകൊണ്ടാണ് ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞത്, അല്പനേരത്തേക്ക് ഞാൻ നിന്നെ മറന്നു കളഞ്ഞാലും മഹാദയോടെ ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിന്നെ മിനുക്കി ഒരു അമ്പാക്കി മാറ്റുവാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല പ്രിയരെ, ഹല്ലേലൂയ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കൊല്ലന്റെ ആലയത്തിലേക്ക് ചെന്നാൽ അവിടെ അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഒരു കൊല്ലന്റെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന അനേക കാര്യങ്ങളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു ഹല്ലേലൂയ ഷേപ്പുമില്ലാത്ത, കാണാൻ ഒരു കാഴ്ചയ്ക്ക് ഒരു ഹല്ലേലൂയ പ്രാധാന്യവും ഇല്ലാത്ത ഒരു ഇരുമ്പ് കഷ്ണത്തെ ആ കൊല്ലനെടുത്ത് ഹല്ലേലൂയ ചുട്ടുപഴുത്ത തീയിലേക്ക് ഹല്ലേലൂയ ഇരുമ്പ് കഷ്ണത്തെ എടുത്തിടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഇപ്രകാരം ചിന്തിക്കാറുണ്ട് പലപ്പോഴും, ആ ഇരുമ്പ് കഷ്ണത്തിന് സംസാരിക്കുവാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ആ ഇരുമ്പ് കഷ്ണത്തെ വിളിച്ചൊരു ഇന്റർവ്യൂ നടത്തിയാൽ ആ ഇരുമ്പ് കഷ്ണം പറയും, ഞാൻ ഇവിടെ വെറുതെ കിടന്നതായിരുന്നു, എനിക്ക് യാതൊരു ഹല്ലേലൂയ ഷേപ്പില്ലായിരുന്നു, കാണാൻ യാതൊരു ഹല്ലേലൂയ ഭംഗിയുമില്ലായിരുന്നു, എന്നെ എടുത്ത കൊല്ലൻ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ തീയിലേക്ക് ഇടുവാനിടയായി. ഹല്ലേലൂയ. ആ തീയിലേക്ക് ഹല്ലേലൂയ കൊല്ലനെ ഇട്ടതിന് ശേഷം നമുക്കറിയാവുന്നതുപോലെ അത് ചുമന്ന് പഴുത്ത് നല്ലൊരു ചുമപ്പ് കളറാകുമ്പോൾ ആ ഇരുമ്പ് കഷ്ണത്തെ പുറത്തെടുക്കും. ഹല്ലേലൂയ. പുറത്തെടുത്തതിന് ശേഷം ഹല്ലേലൂയ കൊല്ലന്റെ ഹല്ലേലൂയ ആലയത്തിൽ ഒരു കൂടം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. വളരെ കനമുള്ള ഒരു കൂടം. ആ കൂടമെടുത്ത് ഈ ഇരുമ്പിന്റെ മേൽ ആഞ്ഞടിക്കുവാനിടയാകും. എന്തിനാ അടി കൊടുക്കുന്നതെന്നറിയാമോ? ആ കൊല്ലന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ആ ഇരുമ്പിനെ പറ്റി ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആ ഇരുമ്പ് ഇന്നതായി മാറണമെന്ന് ആ കൊല്ലന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ആ ഷേപ്പിലേക്ക് ആക്കുവാൻ വേണ്ടി ആ കൊല്ലൻ ആ ഇരുമ്പിനെ എടുത്ത് ഇരുമ്പിന്റെ മേലെ ഹല്ലേലൂയ അടിക്കുവാനിടയാകും. ഹല്ലേലൂയ. അങ്ങനെ അടിച്ചതിന് ശേഷം തനിക്ക് ആഗ്രഹിക്കുന്ന ഒരു ഹല്ലേലൂയ താൻ ഉദ്ദേശിക്കുന്ന ഒരു ഷേപ്പിലേക്ക് ആ ഇരുമ്പ് മാറിയില്ലെങ്കിൽ വീണ്ടും
ഹല്ലേലൂയ തീയിലേക്ക് എടുത്തിടുവാനിടയാകും. ഹല്ലേലൂയ. അങ്ങനെ ആ തീയിൽ കിടന്ന് പിന്നെയും അത് ചൂട് പിടിച്ച് പഴുക്കുമ്പോൾ പുറത്തിറക്കി വെക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ഇപ്രകാരം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ കുറച്ച് തണുത്ത വെള്ളം ചില ഹല്ലേലൂയ അതിന്റെ മേളിൽ എടുത്ത് ഒഴിക്കുവാനിടയാകും. ആ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപക്ഷെ ആ ഇരുമ്പ് വിചാരിച്ചു കാണും എന്റെ വേദനകൾ തീർന്നു. ഹല്ലേലൂയ ദൈവം എനിക്ക് മറുപടി തരുവാൻ തുടങ്ങി, എന്റെ കഷ്ടതയുടെ ഹല്ലേലൂയ നാളുകൾ തീർന്നു എന്ന് വിചാരിച്ചു കാണും. പക്ഷേ അതിനുശേഷം വീണ്ടും ആ കൂടമെടുത്ത് ആ ഇരുമ്പിനെ അടിക്കുന്നതായി നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. അങ്ങനെ അടിച്ചടിച്ച് ആ കൊല്ലന്റെ ഹൃദയത്തിലുള്ള നല്ല ഒരു ആയുധമാക്കി ആ ഇരുമ്പിനെ മാറ്റുവാനിടയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ അതിനെ നല്ലൊരു ആയുധമാക്കി പുറത്തിറക്കുവാനിടയാകും. പ്രിയരെ, അവിടെ നിന്നുകൊണ്ട് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് വിളിച്ചു പറയാം. ഹല്ലേലൂയ. ജീവിതത്തിൽ വരുന്ന വേദനകളും കഷ്ടതകളും നമ്മളെ തകർത്തു കളയുവാനല്ല. ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ വില കൊടുത്തു വാങ്ങിയ ഒരു കർത്താവുണ്ട്. അവന്റെ ഇഷ്ടപ്രകാരം അവന്റെ ഹിതപ്രകാരം എവിടെയൊക്കെയോ ദൈവസന്നിധി വിട്ട് നമ്മൾ മാറിപ്പോകുമ്പോൾ, ആ ദൈവസ്നേഹം വിട്ട് നമ്മൾ മാറിപ്പോകുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ കുറവുള്ളവരായി കാണുമ്പോൾ, നമ്മുടെ ആരാധനയിൽ കുറയുമ്പോൾ, എവിടെയൊക്കെയോ ദൈവം നമ്മെ ശിക്ഷിച്ച് ഹല്ലേലൂയ ബാലശിക്ഷ നൽകി ദൈവം നമ്മെ മടക്കി വരുത്തുന്ന അവസരങ്ങളാണ്. ഹല്ലേലൂയ. ഒരു കൊല്ലൻ ഒരു ഇരുമ്പിനെ ഹല്ലേലൂയ നല്ലൊരു ആയുധമാക്കി പുറത്തിറക്കുന്നത് പോലെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളുടെ വേദനകളുടെ ഞെരുക്കങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന് ഇണങ്ങിയ ഒരു ആയുധമാക്കി ദൈവം നമ്മെ മാറ്റുവാനാണെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രികാലം ആമേൻ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾക്കായി സ്തോത്രമെന്ന് പറഞ്ഞാട്ടെ, എന്റെ ജീവിതത്തിൽ വരുന്ന ഒറ്റപ്പെടലുകൾക്കായി സ്തോത്രമെന്ന് പറഞ്ഞാട്ടെ, എന്റെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾക്കായി സ്തോത്രമെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിൽ വരുന്ന വേദനകളും കഷ്ടതകളും ദൈവം നമ്മെ തകർക്കുവാനല്ല, ദൈവം നമ്മെ പണിത് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി. അതുകൊണ്ടാണ് സദൃശവാക്യക്കാരൻ വിളിച്ചു പറഞ്ഞത്, വെള്ളിയിൽ നിന്നും കീടം മാറിയാൽ ഹല്ലേലൂയ തട്ടാന് നല്ലൊരു ഉരുപ്പടി കിട്ടും. ദൈവത്തിന് നല്ലൊരു ഉരുപ്പടിയായി മാറുവാൻ, ദൈവരാജ്യത്തിന് നല്ലൊരു ഉരുപ്പടിയായി മാറുവാൻ ദൈവം എന്നെയും നിന്നെയും കണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മറ്റാർക്കുമില്ലാത്തൊരു വേദന നിനക്ക്, മറ്റാർക്കുമില്ലാത്തൊരു കഷ്ടത, മറ്റാർക്കുമില്ലാത്തൊരു നിന്ന, ഹല്ലേലൂയ മറ്റാർക്കും ലഭിക്കാത്ത ഹല്ലേലൂയ സ്ഥാനമാനങ്ങൾ ഒരുപക്ഷെ ദൈവദാസനെ നിനക്ക് ശുശ്രൂഷ മേഖലയിൽ ലഭിച്ചില്ലായിരിക്കും. പക്ഷേ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നിന്നെ മാനിച്ചുയർത്തുന്ന നിമിഷങ്ങൾ, നാളുകൾ ഹല്ലേലൂയ അതിവിദൂരമല്ലാത്ത ദിവസങ്ങളിൽ കടന്നു വരുന്നുവെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ചില ഹൃദയങ്ങളോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ചില പ്രാർത്ഥനയുടെ മറുപടികൾ ഈ മാസം തീരുന്നതിന് മുമ്പേ ചില പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടും. ഹല്ലേലൂയ. അന്ധകാര മണ്ഡലങ്ങളെ വെല്ലുന്ന ഒരു ദൈവിക അഭിഷേകമാ പ്രിയരെ സ്വർഗത്തിന് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകവും അത് മാനുഷിക ശക്തിയല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവ സന്നിധിയിൽ ശക്തിയുള്ളവയാകയാൽ ഇന്ന് രാത്രികാലം അഭിഷേകം പ്രാപിച്ച ദൈവജനം ഒരുമിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഈ കഷ്ടതകളിൽ നീ തകർന്നു പോകത്തില്ല, ഈ കഷ്ടതകളിൽ നീ ഒതുക്കി പോകത്തില്ല. ഹല്ലേലൂയ. പണിത് പുറത്തിറക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സദൃശവാക്യക്കാരൻ പറഞ്ഞത്, വെള്ളിയിൽ നിന്ന് കീടം നീങ്ങിയാൽ ഞാൻ കർത്താന് നല്ലൊരു ഉരുപ്പിടിയായി മാറും. ഹല്ലേലൂയ. കീടം പോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയിരിക്കുന്ന പാപപ്രവർത്തികളുണ്ട് പ്രിയരെ, ദൈവമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമായി, ദൈവിക പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് തടസ്സമായി ചെറുതും വലുതുമായിട്ടുള്ള അനേക പാപപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ തടസ്സമായി നമ്മളിൽ നിൽക്കുന്നത് എന്നിലുള്ള പാവങ്ങളായി. ഇന്ന് രാത്രികാലം ആ പാവത്തെ തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പാവത്തെ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങി വരുവാൻ നമ്മൾ തയ്യാറായാൽ ഇന്ന് രാത്രികാലം അസാധാരണമായ ദൈവിക വഴികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിലെ പാവപ്രവർത്തികളെ തിരിച്ചറിയാം, നിത്യതയ്ക്ക് തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ള പാവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത് യോബിന്റെ പുസ്തകം 23-ാം 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുവാനിടയാകും. ഹല്ലേലൂയ. ദൈവഭക്തൻ വിളിച്ചു പറയുക, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രിയരെ, ഹല്ലേലൂയ ചില ശോധനകൾ നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനാ, ചില വേദനകൾ നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനാ, ചില കഷ്ടതകളിലൂടെ നിന്നെ കടത്തിവിടുന്നതുണ്ടല്ലോ, മൂർച്ചയുള്ള ആയുധമാക്കി നിന്നെ മാറ്റാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അല്ലാതെ
ദൈവം നിന്നെ മറന്നതല്ല കേട്ടോ, ദൈവം നിന്നെ മറന്നതല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഒരുപക്ഷെ വില്യം ബൂത്ത് വിചാരിച്ചു കാണും, എന്തിനാ കർത്താവ് എന്നെ, ഹല്ലേലൂയ, എനിക്ക് നല്ല യോഗ്യതകളുണ്ട്, പക്ഷെ ഞാൻ എന്തിനാ ഈ പോളിഷ് ചെയ്യുന്നത്? പക്ഷേ ദൈവം നിനക്ക് തരുന്ന ചില ട്രെയിനിങ്ങുകളാ, ദൈവം തരുന്ന ചില ട്രെയിനിങ് പീരീഡുകളാ പ്രിയരെ. ഞാൻ പലപ്പോഴും ഇപ്രകാരം പറയാറുള്ളു, നമ്മുടെ ഓരോ കൂട്ടായ്മകളും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ഓരോ ഇന്റർവ്യൂകളാ. ആ ഇന്റർവ്യൂകൾ നമുക്ക് പാസ്സായെങ്കിൽ മാത്രമേ നിത്യതയിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്റർവ്യൂവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ ഇന്റർവ്യൂവിനെ ഒരു സ്ഥലത്ത് ചെല്ലുന്നവർക്കറിയാം. ഹല്ലേലൂയ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കയറുവാൻ നമുക്ക് പെർമിഷൻ വേണം. പെർമിഷൻ ഉണ്ടെങ്കിലേ കയറാൻ കഴിയത്തുള്ളൂ. കയറിയാൽ തന്നെ ആ ഇട്ടിരിക്കുന്ന ചെയറിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ പറഞ്ഞാലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ചോദിക്കുന്നതിന് മാത്രമേ മറുപടി പറയാൻ കഴിയത്തുള്ളൂ. മറുചോദ്യം ചോദിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രികാലം ദൈവത്തോട് മറുചോദ്യം ചോദിക്കുന്നവരായിട്ടല്ല പ്രിയരെ, ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. അല്ലാതെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെ ഓർത്ത് ഇസ്രായേൽ മക്കളെ പോലെ പിറുപിറുക്കുവാനല്ല. കഴിഞ്ഞ നാളുകൾ എന്നെ നടത്തിയ ദൈവം അന്ത്യം വരെയും എന്നെ നടത്തുവാൻ സർവശക്തനെന്ന് ഇന്ന് രാത്രികാലം ഉറയ്ക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഇന്ന് രാത്രികാലം ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടരകരകരക ശബ്ദരാജലാധരവ. ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്ന ആരൊക്കെയോ ദൈവത്തോട് മറുചോദ്യവുമായി, ഹല്ലേലൂയ, എന്തിനാ കർത്താവേ എന്റെ ജീവിതത്തിൽ ഈ കഷ്ടത? എന്തിനാ കർത്താവേ എന്റെ ജീവിതത്തിൽ ഈ ഒറ്റപ്പെടലുകൾ? എന്തിനാ കർത്താവേ എന്റെ ജീവിതത്തിൽ ഈ വേദന എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ആരൊക്കെയോ ഇതിന്റെ ഉള്ളിലുണ്ട്. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഇടപെടുന്നു. നിന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ ദൈവം അറിയാതെ അല്ല, നിന്റെ ജീവിതത്തിൽ വരുന്ന ഒറ്റപ്പെടലുകൾ ദൈവം അറിയാതെ അല്ല. നിനക്ക് വേണ്ടി ഒരു നന്മയുടെ വാതിലിനെ തുറക്കുവാൻ, നിനക്ക് വേണ്ടി ഒരു ദൈവിക അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്തുവാൻ, നിനക്ക് വേണ്ടി ഒരു മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം അനുവദിച്ച് നിന്റെ ദൈവ ജീവിതത്തിൽ തരുന്നതാണെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നവർക്കായി കർത്താവിന് ഞാൻ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയുടെ മുമ്പിൽ പതറിപ്പോകാതെ മുന്നേറുവാൻ ദൈവം നമ്മെ പറ്റി വിചാരിക്കുക. ഹല്ലേലൂയ. ദൈവദിനത്തിൽ 2-3 പേരെ പരിചയപ്പെടുത്തി നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പോകുക. ഹല്ലേലൂയ. ഒന്നാമത് നമ്മൾ കാണുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. വായിക്കുമ്പോൾ അവിടെ ഒരു ഭക്തനെ നമ്മൾ കാണുന്നു, ദാവീദ്. ഹല്ലേലൂയ. ദാവീദ് തന്റെ ഹിശായിയുടെ പുത്രന്മാരിൽ 8 പുത്രന്മാരിൽ ഒരുവനായിരുന്നു ദാവീദ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ രാജസ്ഥാനത്തേക്ക് ശൗലിന്റെ ഹല്ലേലൂയ രാജസ്ഥാനം ദൈവം മാറ്റിയപ്പോൾ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ശമൂവേലിനെ ദൈവം അയക്കി. അഭിഷേക തൈലക്കൊമ്പിൽ അഭിഷേകവും നിറച്ച് താൻ ഇശായിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഹല്ലേലൂയ. അവിടെ കടന്നു ചെന്നപ്പോൾ ഇശായി ഹല്ലേലൂയ ആരോഗ്യവും തണ്ടു ശരീരവുമുള്ള ഹല്ലേലൂയ തന്റെ 7 ഭക്തന്മാരെ അവന്റെ മുമ്പിൽ നിരത്തി നിലയായി നിർത്തുവാനിടയായി. അപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് വളരെയധികം ചിന്തനീയമായ ഒരു കാര്യമായിരുന്നു. ഹല്ലേലൂയ. ദൈവമാണ് ഹല്ലേലൂയ ശമൂവേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ശമൂവേലിനോട് ഇപ്രകാരം പറയുക, ഹല്ലേലൂയ, അവരുടെ ഹല്ലേലൂയ ശരീര വലുപ്പമോ ഹല്ലേലൂയ അവരുടെ സൗന്ദര്യമോ നീ നോക്കരുത്. ഹല്ലേലൂയ. ഞാൻ അവരെ തിരഞ്ഞെടുത്തിട്ടില്ല. ഓരോരുത്തരെ അപ്പൻ മുൻപിൽ നിർത്തുകയാ. അങ്ങനെ മുൻപിൽ നിർത്തി അവരെ എല്ലാം ദൈവം ഹല്ലേലൂയ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാനിടയായി. അതിനുശേഷം ഹല്ലേലൂയ ശമൂവേൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ മക്കൾ എല്ലാവരും കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇശായിക്ക് ഓർമ്മ വന്നു, ഒരുവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി വനാന്തരത്തിൽ പോയിരിക്കുക. ഹല്ലേലൂയ. പ്രിയരെ, അവിടെ നിന്നുകൊണ്ട് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോടൊരു കാര്യം പറയാം. ഹല്ലേലൂയ. സ്വന്തം ഭവനത്തിൽ പോലും വില നഷ്ടപ്പെട്ട്, ഹല്ലേലൂയ, സ്വന്തം അപ്പൻ പോലും മറന്നുപോയ ഒരു വ്യക്തി, ഹല്ലേലൂയ, ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ദാവീദ്. ഞാൻ ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, ദാവീദ് ഒരുപക്ഷെ തന്റെ വനാന്തരത്തിൽ ആടുകളോടൊപ്പം ഹല്ലേലൂയ ആടുകളോട് മാത്രം സംസാരിച്ച് ഹല്ലേലൂയ ആ ചെറുപ്രായത്തിൽ ഹല്ലേലൂയ അപ്പന്റെ സ്നേഹവും അമ്മയുടെ വാത്സല്യവും അനുഭവിക്കേണ്ട ദാവീദ് ഹല്ലേലൂയ വനാന്തരത്തിൽ ഏകനായി ആടുകളോടൊപ്പം അവൻ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കരഞ്ഞു കാണും. അനേക രാത്രികൾ അവന്റെ ഉറക്കം ഒരുപക്ഷെ നഷ്ടപ്പെട്ട് കാണും. ഇതൊന്നും തിരുവചനത്തിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഒറ്റപ്പെടലിന്റെ വേദന എന്ന് പറയുന്നത് വളരെ വലുതാ പ്രിയരെ. അത് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കതറിയാം. ഹല്ലേലൂയ. ഒറ്റപ്പെടൽ, നിനക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടാതെ, നിനക്ക് കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ കിട്ടാതെ, ഹല്ലേലൂയ, അവിടെ നിന്നുകൊണ്ട് വേറൊരു ദൂതി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. ഈ ലോകത്തെ സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ നിനക്ക് ലഭിച്ചില്ലെങ്കിലും ഇന്ന് രാത്രി കാലം നിന്റെയും നിന്റെ കുടുംബത്തിലും ദൈവമുണ്ടോ? നീ ദൈവത്തെ അറിയുന്നവരാണോ? പ്രാർത്ഥിക്കുന്നവരോ? ആരാധിക്കുന്നവരാണോ? ഈ ലോകത്തെ അംഗീകാരങ്ങളെക്കാൾ ഉപരി ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ
ഈ ലോകത്തെ അംഗീകാരങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ അടിയും വഴക്കും ഉണ്ടാക്കി ദൈവ സാന്നിധ്യത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു ദുഷ്ടലോകത്താ പ്രിയരെ നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് രാത്രികാലം അത് തിരിച്ചറിഞ്ഞ് ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് നമുക്ക് ആലോചന വിളിച്ചു പറയുക. ഹല്ലേലൂയ. അങ്ങനെ ദാവീദ് കണ്ണുനീരോടെ വേദനയോടെ അനേക രാത്രികളിൽ ഒരുപക്ഷെ കരഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പനെ അമ്മയും സഹോദരങ്ങളെ കാണണമെന്ന് തന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായിട്ടുണ്ടായിരിക്കും. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഒരു പ്രതീക്ഷയുമില്ലാതെ ഇരുന്ന ഒരു ദിവസം അതാ അവനെ തേടി ഒരു വിളി കടന്നു വരികയാ. ഹല്ലേലൂയ. ദാസന്മാർ കടന്നു വന്നവനെ ഹല്ലേലൂയ അപ്പന്റെ ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുപോവുക. ഹല്ലേലൂയ. അങ്ങനെ മടക്കി കൊണ്ടുപോയി അവന്റെ മുടികളെ എല്ലാം വെട്ടി ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ട് ശമൂവേലിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമുക്ക് അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ നിർത്തിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശമൂവേലിനോട് ഇടപെടുവാനിടയായി ഇവൻ തന്നെയാണ് ഇസ്രായേലിന്റെ രാജഭരണത്തേക്ക് കടന്നു വരണം, ഇവനെയാണ് ഞാൻ കണ്ടതെന്നുള്ളത് ഒരു വലിയ തിരഞ്ഞെടുപ്പ് അവിടെ സംഭവിക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ ദൈവവചനം കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ചില തിരഞ്ഞെടുപ്പുകൾ നമ്മളെ തേടി വരാൻ സമയമായി. ഹല്ലേലൂയ. ആരെല്ലാം നമ്മളെ തഴഞ്ഞാലും ആരെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞാലും ഈ ലോകം നിനക്ക് യോഗ്യതയില്ല, കഴിവില്ല, പ്രാപ്തിയില്ലെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നെ മാറ്റി നിർത്തിയിരിക്കാം. പക്ഷേ ഇന്ന് രാത്രികാലം ഒരു തിരഞ്ഞെടുപ്പ് നിനക്ക് വേണ്ടി ദൈവം അയക്കുന്നുവെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തിരഞ്ഞെടുപ്പുകൾ വെളിപ്പെട്ടാൽ ലോകം നിന്നെ അറിയും. ഹല്ലേലൂയ. നീ അറിയപ്പെടാതെ കിടന്ന വ്യക്തിയായിരിക്കും, പക്ഷേ ചില തിരഞ്ഞെടുപ്പുകൾ വെളിപ്പെട്ടാൽ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. സ്വന്തം അപ്പന്റെയും അമ്മയുടെയും സഹോദരന്മാരുടെയും മധ്യത്തിൽ ശമൂവേൽ അവനെ രാജസ്ഥാനത്തേക്ക് അഭിഷേകം ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ അഭിഷേക തൈലവുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ചലിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്കൊരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. ഹല്ലേലൂയ. എനിക്കൊരു തിരഞ്ഞെടുപ്പ്, എന്റെ കുടുംബത്തിന്, എന്റെ ശുശ്രൂഷയിൽ എനിക്കൊരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ് കർത്താവേ. ഹല്ലേലൂയ. ഞാൻ നിന്ദിക്കപ്പെട്ടു പോകാതെ നിന്റെ തലയെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് അവൻ തന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുക. ഇന്ന് രാത്രികാലം ചില കൊടികൾ ഉയരപ്പെടാൻ പോവുക, താണുപോയ ചില കൊടികൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെയൊക്കെയോ നീ തലകുനിച്ചില്ലേ, ചാർച്ചക്കാരുടെ മധ്യത്തിൽ തലകുനിക്കപ്പെട്ടു പോയില്ലേ, ഇന്ന് രാത്രികാലം ദൈവാത്മാവ് പറയുന്നു നിന്റെ തലയെ ഉയർത്തുവാൻ അവൻ സർവശക്തനാകുന്നു, യഹോവയാകുന്നു. ദാവീദിനെ മാനിച്ചുയർത്തിയ ദൈവം, ദാവീദിനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ദൈവം ഇന്ന് രാത്രികാലം നിന്നെ മാനിക്കുവാൻ അവൻ ശ്രേഷ്ഠനായ ദൈവമെന്ന് ഇന്ന് രാത്രികാലം ദൈവാലോചന ചിലരോട് വിളിച്ചു പറയുക. ഹല്ലേലൂയ. രണ്ടാമതൊരു വ്യക്തിയെ ദൈവവചനം പരിചയപ്പെടുത്തുന്നത് ലാസർ. ഹല്ലേലൂയ. യോഹന്നാന്റെ പുസ്തകം 11-ാം അധ്യായം അത് നമുക്ക് വിശദമായി സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. യോഹന്നാന്റെ പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ലാസർ എന്നൊരു വ്യക്തിയെ നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. അത് വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത്. 11-ാം അധ്യായം ആദ്യത്തെ വാക്യം ഇപ്രകാരം കാണുന്നു: മറിയയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യ. ഹല്ലേലൂയ. ആ ബെഥാനിയിലേക്ക് യേശു കടന്നു വന്ന ഒരു അത്ഭുതം ചെയ്തതായി നമുക്ക് എല്ലാവർക്കും അറിയാം. ലാസർ മരിച്ചു. ഹല്ലേലൂയ. 3 ദിവസമായി നാറ്റം വെച്ചു. യേശു അവിടെ കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരിച്ചപ്പോൾ രോഗിയായി കിടന്നപ്പോൾ അവനെ അറിയിച്ചവൻ കടന്നു വന്നില്ല. അപ്പോൾ തന്റെ ശിഷ്യന്മാരോട് യേശു പറയുന്ന ഒരു വാക്കുകൊണ്ട് എനിക്ക് വളരെയധികം ചിന്തനീയമായി തോന്നുവാനിടയായി. ഹല്ലേലൂയ. ഈ മരണം ഹല്ലേലൂയ എന്ന മരണത്തിനായിട്ടല്ല, ഇത് ഉറങ്ങുകയാണ്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി ദൈവം ചെയ്തതാണെന്ന് പറയുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ 3-ാം ദിവസം യേശു ഹല്ലേലൂയ അവിടേക്ക് കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ കടന്നു വന്ന് അല്ലെങ്കിൽ അതിന്റെ മുമ്പോട്ടുള്ള വിശദീകരണം ഒന്നും പറയാതെ അതിന് മുമ്പോട്ട് ഞാൻ കടന്നു പോകുക. അതിന് 35-ാം അധ്യായത്തിലെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു. ഹല്ലേലൂയ. യേശു കണ്ണുനീർ വാർത്തു. ഹല്ലേലൂയ. അങ്ങനെ യേശു ഹല്ലേലൂയ കല്ലറയുടെ ഹല്ലേലൂയ മുമ്പിൽ ചെന്നിട്ട് ലാസറേ പുറത്തു വാ എന്ന് പറയുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ മരിച്ച ലാസർ പുറത്തു വരുവാനിടയായി. ഹല്ലേലൂയ. അവന്റെ കല്ലുരുട്ടി മാറ്റുവാൻ പറഞ്ഞു. ലാസർ പുറത്തു വന്നു. ഹല്ലേലൂയ. വെച്ചവൻ തന്നെ ഉരുട്ടി മാറ്റിയപ്പോൾ ലാസർ പുറത്തു വന്നു.
ഓർക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ പലപ്പോഴും ഹല്ലേലൂയ പ്രിയരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കേട്ട വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി, അത് ഹല്ലേലൂയ പുറത്തു വരുന്നത് തടസ്സമായി നമ്മുടെ വായിലൂടെ വന്ന ചില വാക്കുകളാണ് അതിനെ ബന്ധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രികാലം അതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിനോട് പല രീതിയിൽ ദൈവത്തിന്റെ നാമത്തെ, ദൈവത്തിന്റെ പ്രവൃത്തികളെ അവിശ്വസനീയമായി നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ട് പലതും നമ്മൾ പറഞ്ഞ് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നമ്മുടെ വാക്കുകൾ മാറിയിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് പറയുന്നു, കർത്താവേ നിന്റെ വാക്കുകൾക്ക് ഒന്നിനും മാറ്റം വരികയില്ല. ആകാശം ഭൂമിയും മാറിയാലും നിന്റെ വാക്കുകൾക്ക് മാറ്റം വരത്തില്ലെന്ന് ഇന്ന് രാത്രികാലം ഞാൻ വിശ്വസിക്കുക. കർത്താവേ, എന്റെ ജീവിതത്തിൽ ദൈവം തന്ന വാഗ്ദത്തങ്ങൾ, എന്റെ ജീവിതത്തിൽ എന്റെ ശുശ്രൂഷയിൽ ദൈവം തന്ന വാഗ്ദത്തങ്ങൾ, അത് ഹല്ലേലൂയ ഉവ്വ ഉവ്വ എന്ന് ഇന്ന് രാത്രികാലം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ലാസർ പുറത്തു വന്നു, അവന്റെ കെട്ടുകളയച്ച് അവൻ സ്വാതന്ത്ര്യത്തോടെ പുറത്തു പോകുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ജീവിതത്തിൽ എവിടെയൊക്കെയോ ആത്മീകമായി കെട്ടപ്പെട്ട് ഹല്ലേലൂയ ആരാധിക്കുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ലോകം നിന്നെ ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം നിത്യതയ്ക്ക് തടസ്സമായി നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ലോകത്തോട് ഇന്ന് രാത്രികാലം വിട പറയുവാൻ ദൈവാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇതൊന്നുമല്ല എന്നെ കൂടുതലായി ചിന്തിപ്പിച്ചത്. 11-ാം അധ്യായം തുടങ്ങിയത് ഇപ്രകാരമായിരുന്നു. ലാസറിന്റെ ഹല്ലേലൂയ മാർത്തയുടെയും മറിയയുടെയും നഗരമായ ബെഥാന്യ. ഹല്ലേലൂയ. 12-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം കാണുന്നു, യേശു മരിച്ചവരിൽ ഉയർപ്പിച്ച ലാസർ പാർത്ത ഹല്ലേലൂയ ബെഥാന്യ. ഹല്ലേലൂയ. ആ ഗ്രാമത്തിന്റെ പേര് പോലും ആ ലാസറിന്റെ പേരിൽ മാറ്റുവാനിടയായി. അന്ന് വരെ അറിയപ്പെടാതെ കിടന്ന ലാസർ ഹല്ലേലൂയ ഇന്ന് ദൈവത്താൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കി ദൈവം അവനെ മാറ്റിയെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് ദൈവസ്ഥിതി പ്രാർത്ഥിക്കുവാൻ പോവുക. ഹല്ലേലൂയ. അറിയപ്പെടാതെ കിടന്നതിനെ മാനപാത്രമാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അതല്ലേ ഹല്ലേലൂയ. എബ്ബേസ് എന്നൊരു വ്യക്തിയെ നമുക്ക് വചനം പഠിക്കുന്നുണ്ട്. 4-ാമത്തെ 9-ാം വാക്യം വായിക്കുമ്പോൾ എബ്ബേസിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ എബ്ബേസിനെ ദൈവം മാനിക്കുവാനിടയായി. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഇയ്യോബിനെ ദൈവം മാനിക്കുവാനിടയായി. ഇയ്യോബ് ഇപ്രകാരം പറയുന്നുണ്ട്, അവസാന അധ്യായം എത്തിയപ്പോൾ ഇയ്യോബ് തിരിച്ചറിഞ്ഞു, നിനക്ക് സകലതും കഴിയുമെന്നു, നിന്റെ പ്രവർത്തികളൊന്നും സഫലമാകാതിരിക്കത്തില്ലെന്നു ഞാൻ തിരിച്ചറിയുക. ഇന്ന് രാത്രികാലം ആ തിരിച്ചറിവ് പ്രിയരെ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നത്. ഇന്ന് രാത്രികാലം ആ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ദൈവത്തോടുള്ള ബന്ധത്തിൽ എവിടെയൊക്കെയോ തടസ്സങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. സദൃശവാക്യം 19-ാം അധ്യായം 22-ാം വാക്യം ഇപ്രകാരം പറയുന്നു, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, പക്ഷേ ദൈവത്തിന്റെ യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, പക്ഷേ യഹോവയുടെ ആലോചനകൾ നിവൃത്തിയാകും. ഇന്ന് രാത്രികാലം നമ്മുടെ കണ്ണുകളിലേക്ക് നമുക്ക് ദൈവസ്ഥാനത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കേൾപ്പിക്കപ്പെട്ട തിരുവചനത്തിന് മുമ്പ് നമ്മുടെ ഹൃദയത്തെ ഹല്ലേലൂയ ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഒരു വാക്യ കർത്താവിനോട് ഇന്ന് രാത്രികാലം ആർക്കൊക്കെ പ്രാർത്ഥിക്കുവാൻ കഴിയുക. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവസന്നിധി വിട്ട് ഞാൻ എവിടേക്കോ ഓടി മറഞ്ഞു പോയി കർത്താവേ, ഇന്ന് രാത്രികാലം ഞാൻ മടങ്ങി വരികയാണ്. ഇന്ന് രാത്രികാലം കർത്താവേ, അങ്ങയ്ക്ക് വേദനിക്കുന്ന എന്തൊക്കെയോ എന്റെ വാക്കിലും പ്രവൃത്തിയിലും ഞാൻ ചെയ്തു പോയി. ഇന്ന് രാത്രികാലം ഞാൻ മടങ്ങി വരുന്നു. ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനക്കാരൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാവിയുടെ വഴി നിൽക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ സന്തോഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരിക്കുന്നതും നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഹല്ലേലൂയ ഹാലിലെ ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. നീ തക്കകാലത്ത് ഫലം കായ്ക്കണമെങ്കിൽ ഹല്ലേലൂയ ഇരിക്കേണ്ടടുത്ത് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. ഹല്ലേലൂയ. പ്രിയരെ, നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഓടുന്ന ദൈവഭക്തന്മാരാ, നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഓടുന്ന ദൈവമക്കളാ. നമുക്കൊരു ന്യായപ്രമാണമുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു പ്രമാണം ദൈവം തന്നിട്ടുണ്ട്. ആ പ്രമാണമാണ് നമ്മൾ പ്രസംഗിക്കുകയും നമ്മൾ ധ്യാനിക്കുകയും ചെയ്യുന്ന തിരുവചനം. ഹല്ലേലൂയ. ഈ വചനപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ നിത്യത നമുക്ക് അവകാശമായി ലഭിക്കത്തുള്ളൂ. പ്രിയരെ, ഹല്ലേലൂയ. ഈ വചനം പ്രമാണിക്കണമെങ്കിൽ ഇത് ഇടുക്കുവാതില, ഇത് വിശാലമല്ല. ചിലർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒരു കാര്യം കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിന് ശേഷം നമുക്കൊരു നിത്യദൈവം ആക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ നിത്യത നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഈ വചനം അനുസരിച്ചാൽ മാത്രമേ ആ നിത്യതയിൽ എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. ഈ ബൈബിൾ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ബേസിക് ഹല്ലേലൂയ ഇൻസ്ട്രക്ഷൻ ഹല്ലേലൂയ ലിവിംഗ് ബിഫോർ എർത്ത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ നിത്യതയിൽ എത്തുന്നതിന് മുമ്പേ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വചനപ്രകാരം ജീവിക്കാത്ത ഒരുവനും നിത്യതയ്ക്ക് അവകാശമായി തീരുകയില്ല. ഇന്ന് രാത്രികാലം ഒരു കാര്യം
മുമ്പിൽ ഞാൻ വിളിച്ചു പറയാ, ഇന്നത്തെ ഹല്ലേലൂയ ദൈവം എന്റെ കൂടെയുണ്ട്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നതിനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഹല്ലേലൂയ 100%-ൽ 1% മാത്രമേ നിത്യത അവകാശമാക്കുകയുള്ളൂ. ഹല്ലേലൂയ. പുറമെ കാണുന്നതിനല്ല ദൈവം വിലയിടുന്നത്, നിന്റെ ഉള്ളങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ദൈവസന്നിധി സമർപ്പിക്കുവാൻ കഴിയും? ദൈവം എന്റെ ഉള്ളങ്ങളെ അറിയുമ്പോൾ, അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവൻ എന്നെ കാണുമ്പോൾ അവന്റെ ദൃഷ്ടിയിൽ ഞാൻ പാപമില്ലാത്തവനായി മാറിയെങ്കിൽ മാത്രമേ നിത്യത നമുക്ക് അവകാശമാക്കി മാറ്റുവാൻ കഴിയുള്ളൂ. ഇന്ന് രാത്രികാലം ഓടി ഇത് അധ്വാനിച്ച് വൃഥാവായി തീരാതിരിക്കണമെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട തിരുവചനത്തിന് മുമ്പിൽ നമ്മളെ സമർപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജുഡരബരഗ ദുരാരഗരഗ ശംധര. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, ഹല്ലേലൂയ, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും, മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന ചിലരെ മഹാകരുണയോടെ ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങളാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില നിന്ദകളും ഒറ്റപ്പെടലുകളും നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്നുവെങ്കിലും അതൊന്നും നിന്നെ തകർത്ത് കളയുവാനല്ല പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം മാനപാത്രമാക്കി മാറ്റുവാൻ ദൈവം തന്ന ശോധനകളാ. ഹല്ലേലൂയ. അതല്ല യോബിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. കൂടെ നിൽക്കാമെന്ന് അന്ത്യം വരെ കൂടെ നിൽക്കാമെന്ന് വാക്ക് കൊടുത്ത സ്വന്തം ഭാര്യ പോലും അവനെ വിട്ട് മാറിപ്പോയി. പക്ഷേ അവൻ ഒന്ന് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും? പാട്ടുകാരൻ അതുകൊണ്ട് ഇപ്രകാരം പാടി, ദുഃഖത്തിന്റെ വാന മാത്രം എന്റെ കയ്യിൽ തന്നാലും സന്തോഷത്തോടെ ഞാൻ അതിനെ സ്വീകരിക്കും. ഇന്ന് രാത്രികാലം ദൈവം തന്ന വേദനകളെ ഓർത്ത് കർത്താവിന്റെ സന്നിധി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിനെ ഉയർത്തിയ ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസറിനെ ഉയർത്തിയ ദൈവം, ജോസഫിനെ മാനിച്ച ദൈവം, ഇയ്യോബിനെ ഉയർത്തിയ ദൈവം ഇന്ന് രാത്രികാലം അവൻ നമ്മോട് കൂടെയുണ്ട്, അവൻ നമ്മുടെ അരികിലുണ്ട്, അവന്റെ സാന്നിധ്യം നമ്മുടെ അരികിലുണ്ട്. അത് തിരിച്ചറിയുന്നവർ ഒരു നിമിഷം കണ്ണുകളടച്ചാട്ട് നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ പോകുക. ഹല്ലേലൂയ. അല്പനേരത്തേക്ക് അവൻ നിന്നെ മറന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിന്റെ ഹല്ലേലൂയ മൂർച്ചയുള്ള വാളാക്കി നിന്നെ മാറ്റുവാൻ, മിനുക്കി അമ്പാക്കി നിന്നെ മാറ്റുവാൻ ശത്രുവായവൻ പലവിധമാകുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ കൊണ്ടുവന്നിടുമ്പോൾ ഹല്ലേലൂയ മിനുങ്ങി അമ്പായി നീ മാറിയെങ്കിൽ മാത്രമേ അവന്റെ ആയുധത്തിനെതിരെ, ഹല്ലേലൂയ, അവന്റെ പദ്ധതിക്കെതിരെ, ഹല്ലേലൂയ, യുദ്ധം ചെയ്യുവാൻ നിനക്ക് കഴിയത്തുള്ളൂ പ്രിയരെ. ഹല്ലേലൂയ. ആത്മാവിൽ ബലപ്പെട്ടെങ്കിൽ മാത്രമേ ശത്രു ചവറ് പോലെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ചില ചോദ്യചിഹ്നങ്ങളില്ലേ, ശത്രുവായവൻ ചവറ് പോലെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ചില പ്രശ്നങ്ങളില്ലേ, ചില രോഗബന്ധനങ്ങളില്ലേ, അതിനെ ജയിക്കണമെങ്കിൽ ആത്മാവിൽ നീ അതിനെ ജയിക്കണം. ആത്മാവിൽ ജയിക്കണമെങ്കിൽ അഭിഷേകത്തിന്റെ പുഷ്ടി വെളിപ്പെടണം. അഭിഷേകത്തിന്റെ പുഷ്ടി വെളിപ്പെടണമെങ്കിൽ പാപത്തിന്റെ കുറവ് വെളിപ്പെടണം. പാപത്തിന്റെ കുറവ് വെളിപ്പെടാത്തിടത്തോളം കാലം അഭിഷേകത്തിന്റെ പുഷ്ടി വെളിപ്പെടത്തില്ല. അഭിഷേകത്തിന്റെ പുഷ്ടി വെളിപ്പെടുമ്പോൾ നിന്റെ മേൽ ദുഷ്ടം വെച്ചിരിക്കുന്ന നുകത്തിന്റെ അമിക്കയറുകൾ പൊട്ടും. ഇന്ന് രാത്രികാലം ദുഷ്ടം വെച്ചിരിക്കുന്ന അമിക്കയറുകൾ പൊട്ടണമെങ്കിൽ അഭിഷേകത്തിന്റെ പുഷ്ടി വെളിപ്പെടണം. അഭിഷേകത്തിന്റെ പുഷ്ടി വെളിപ്പെടണമെങ്കിൽ പാപത്തിന്റെ കുറവ് വെളിപ്പെടണം. ഇന്ന് രാത്രികാലം കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ, നാഥാ, നിത്യതയ്ക്ക് തടസ്സമായി, ദൈവരാജ്യത്തിന് തടസ്സമായി, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവേ, ഇന്ന് രാത്രികാലം ഞാൻ മടങ്ങി വരികയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, ഹല്ലേലൂയ. വെള്ളിയിൽ നിന്ന് കീടം നീങ്ങിയാലേ തട്ടാൻ ഒരു ഉരുപ്പടി ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ പാപപ്രവൃത്തികൾ മാറിയെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയിൽ നിന്നെ ഉപയോഗിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ചിലയിടത്തൊക്കെ തഴയപ്പെട്ടു പോകുന്നതിന്റെ കാരണം, ചിലതൊക്കെ നീ ഒതുങ്ങപ്പെട്ടു പോകുന്നതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, എവിടെയൊക്കെയോ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകച്ചകൾ സംഭവിച്ചു പോയി. ഇത് രാത്രികാലം അതുകൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കുവാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവരിയോട് ആ സ്നേഹിച്ച നല്ല കർത്താവേ, നല്ല പിതാവേ, ഇന്ന് രാത്രികാലം ഈ ജനത്തിന് വേണ്ടി അടിയൻ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. ഇന്ന് രാത്രികാലം ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടതുപോലെ അല്പനേരത്തേക്ക് ഞാൻ നിന്നെ മറന്നുവെങ്കിലും മഹാദയോടെ ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുന്ന കർത്താവാ. ഇന്ന് രാത്രികാലം കർത്താവ് എവിടെയൊക്കെയോ വേദനപ്പെട്ട്, എവിടെയൊക്കെയോ നിരാശ അനുഭവിച്ച്, എവിടെയൊക്കെയോ പ്രതീക്ഷ നഷ്ടപ്പെട്ട്, എവിടെയൊക്കെയോ കർത്താവേ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ആരാധിക്കുവാൻ കഴിയാതെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകച്ചകൾ സംഭവിച്ചു പോയി നാഥാ, ഇന്ന് രാത്രികാലം ഞങ്ങൾ മടങ്ങി വരികയാണ് നാഥാ. വരുന്ന ആളുകളിൽ ശക്തമായി കർത്താവിന്റെ വേലിൽ ശക്തരായി നിൽക്കുവാൻ ദൈവമടികളെ ബലപ്പെടുത്തണമേ കർത്താവ്. ഈ ദിനത്തെ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ,
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വിലപ്പെട്ട നിമിഷം സ്വർഗത്തിലെ ദേഹാലയിൽ ഞങ്ങൾക്ക് ദാനമായി തന്ന ദൈവത്തിനും അതുപോലെ തന്നെ ഈ അവസരം ഒരുക്കാൻ പാസ്റ്ററോടുള്ള പ്രത്യേക ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷ പ്രാപിക്കുവാൻ നൽകപ്പെട്ട ഏക നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന നാമം. ഇന്ന് രാത്രികാലം ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ, ഈ ലോക ജീവിതം കൊണ്ട് പ്രിയരെ നമ്മുടെ ജീവിതം അവസാനിക്കത്തില്ല. ഈ ലോക ജീവിതത്തിന് ശേഷം നമുക്ക് ദൈവം ഒരു നിത്യതയാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. ആ നിത്യം നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണം ഇതാണ്, തിരുവചനം. ഈ പ്രമാണപ്രകാരം ജീവിക്കാത്ത ഒരുവനും ആ സ്വർഗത്തിൽ ആ നിത്യതയ്ക്ക് അവകാശമാവുകയില്ല. ഒരുപക്ഷെ ഘോരഘോര പ്രസംഗങ്ങളും ഘോരഘോര ആരാധനകളും ഹല്ലേലൂയ കാഴ്ചയിലുണ്ടായിരിക്കും. പക്ഷെ ഹൃദയം കൊണ്ട് ദൈവസന്നിധി വിട്ട് അകന്നു മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം മടങ്ങി വരുവാൻ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം വെച്ച് ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ന് കണക്ക് തീർക്കേണ്ട ഒരു ദിവസമുണ്ടെന്നുള്ള തിരിച്ചറിവോടെ കർത്താവിന് വരവിന് വേണ്ടി വിശുദ്ധിയോടെ ഒരുങ്ങി ജീവിക്കാം. മാറാനാഥ. Praise God. Hallelujah. കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഇന്ന് രാത്രി നമ്മുടെ മധ്യേ കടന്നു വന്ന വചന ശുശ്രൂഷ ചെയ്ത ജോജി തോമസ് അവർ കൊണ്ടുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവിന്റെ ദാസന്റെ സഹധർമ്മണി വർഷിപ്പ് ലീഡ് ചെയ്തു. ദാസൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യേ വചന ശുശ്രൂഷിച്ചു. വളരെ അനുഗ്രഹമായിരുന്ന ദൈവസാന്നിധ്യം നിറയപ്പെട്ട ഒരു അന്തരീക്ഷവും ആമേ ദൈവിക വിടുതൽ ഏറ്റെടുക്കുവാനും ദൈവവചനത്തിന്റെ പ്രൈസലോ പ്രബോധനങ്ങൾ കേൾപ്പാനും ഇന്ന് രാത്രി സ്വർഗം നമ്മെ സഹായിച്ചു. ദാസനോടും ദാസിയോടുമുള്ള ഹൃദയംഗമായ നന്ദി ഇന്ന് രാത്രി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും വീണ്ടും ഒരിക്കലും റഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മീറ്റിങ്ങുകൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമേ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിലും ആമേ നമ്മുടെ മീറ്റിങ്ങുകളുണ്ടല്ലോ. പിന്നെ അടുത്ത മാസം 1-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെയുള്ള മറ്റ് പ്രൈസൽ ഉപവാസ പ്രാർത്ഥനകൾ, അതിനൊക്കെയായി നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയെ ചോദിക്കുന്നു. അടുത്ത 19-ാം തീയതി കർത്താവിന്റെ അഭിഷിക്തൻ ആമേ സ്തോത്രം ഒറീസയ്ക്ക് കടന്നു വരുന്നല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ശക്തമേറിയ മിനിസ്ട്രി വെളിപ്പെടുവാനും ഒറീസയുടെ വിവിധ മേഖലകളിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷകളെ ആമെ പരിവസാലിപ്പിക്കാൻ നമ്മുടെ മധ്യേ പാസ്റ്റർ സാജൻ വർഗീസ് കർത്താവിന്റെ ദാസൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് പിരിയാവുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹീതമായ ഈ സമയവേളയിൽ നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ഈ റഹബോത്ത് മിനിസ്ട്രി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, നിന്റെ ദാസന്മാരെ ഏൽപ്പിക്കുന്നു. കർത്താവെ, അനിൽ ബേബി പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു, അനിൽ ജോർജ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നീ ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. കർത്താവെ, റേഡിയോ വന്നിന്റെ ദാസന്മാരെ നീ ബലപ്പെടുത്തിയല്ലോ. കേൾവിക്കാരായ ഞങ്ങളെ നീ ഇന്ന് പകൽക്കാലം രാത്രികാലം വചനം കൊണ്ട് അനുഗ്രഹിച്ചല്ലോ. ശുശ്രൂഷിപ്പാൻ വർഷിപ്പ് റേഡിയോ വന്നിന്റെ ദാസിയെ നീ ബലപ്പെടുത്തിയല്ലോ. അതിനുശേഷം ശുശ്രൂഷിപ്പാൻ ജോജി പാസ്റ്റർ നീ ബലപ്പെടുത്തിയല്ലോ. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. അല്പകാലത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ ചേർത്തുകൊള്ളുമെന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ തൊട്ട് നിന്റെ വചനത്തിൽ ഉറപ്പിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ പിന്നെയും വ്യാപരിക്കട്ടെ. കർത്താവേ, നിനദാസന്മാർ വരും ദിവസങ്ങളില് ശുശ്രൂഷ കടന്നു പോകുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ കൃപയ്ക്കുள் പൊതിഞ്ഞ് സൂക്ഷിച്ചാട്ടെ. ഈ മിനിസ്റ്റർ നീ അനുഗ്രഹിച്ചാട്ടെ. ശുശ്രൂഷിപ്പാൻ ഇന്ന് രാത്രി നിന്റെ ദാസനെ നീ ബലപ്പെടുത്തിയല്ലോ. കനഡ പ്രദേശത്തെ കർത്താവിനെ ശക്തമായി ഉപയോഗിക്കണമേ. കർത്താവെ, വിവിധ രാജ്യങ്ങൾ വിവിധ ഇടങ്ങളിൽ പിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് തന്റെ ദാസനെ. കർത്താവെ, ഞങ്ങളോട് സംസാരിപ്പാൻ നീ കൊടുത്ത വചനത്തിനായി സ്തോത്രം. കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പിൽ ഞങ്ങൾ ഏവരെയും സമർപ്പിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് നിന്റെ വചനം കേട്ട നിന്റെ ജനത്തെ നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ദൈവകരങ്ങൾ പിന്നെയും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകടത്തിനായി സ്തോത്രം. എല്ലാ മഹത്വവും മാനവും കർത്താവിനെ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ തന്നെ പിതാവേ. ആശീർവാദം പറഞ്ഞാട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിച്ചു വളർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങളുടെ എല്ലാവരോടും നിന്റെ ജനത്തോടും പ്രത്യേക വചനം സൂക്ഷിച്ച കർത്താവിന്റെ ദാസനോടും ശുശ്രൂഷ നയിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് മുതൽ നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. 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 ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. പാസ്റ്റർ സജീവ് പാസ്റ്റർ, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താരദാസനെ മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കടന്നു വന്ന ദൈവജനത്തിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ. സ്തോത്രം. ദേവദാസനെ. കർത്താരദാസൻ നാട്ടിലെവിടെയാ?